عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. ആധുനിക കാലത്ത് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, സോഷ്യൽ മീഡിയകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും വൃത്തികേടുകളുടെയും പിന്നിൽ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളെയാണ് അല്ലെങ്കിൽ യുവാക്കളെയാണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പിതാവിനെയും മാതാവിനെയും വെട്ടിക്കൊല്ലുന്നിടത്തേക്ക്, അല്ലെങ്കിൽ തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയെ അടിച്ചു കൊല്ലുന്നിടത്തേക്ക്, അങ്ങനെ അക്രമങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നവരെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ലഹരി കടത്തുന്നതും അത് കൊടുക്കുന്നതും ഒക്കെ 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന അവസ്ഥ. ഇതിൽ നിന്നും മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും പിന്നിലല്ല എന്നുള്ളതും ഖേദകരമായ അവസ്ഥ തന്നെയാണ്. ഇത്തരം അവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ വിശ്വാസികളായ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികളെ നല്ല രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം അത്രയും വൃത്തികേടുകൾ നമ്മുടെ ഉമ്മത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഈ അടുത്ത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി, അവരുടെ ഒരു സഹപാഠി, അതായത് BEd പഠിക്കുന്ന ആളാണ്. അപ്പോൾ BEd പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഒരാൾ അവരൊരു സ്കൂളിൽ ട്രെയിനിങ്ങിന് പോയി. സ്കൂളെന്ന് പറയുമ്പോൾ ഇവിടെ നാദാപുരത്തിൻ്റെ അടുത്തുള്ളൊരു സ്കൂളാണ്, പേരൊന്നും പറഞ്ഞില്ല. അവിടെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി മോശമായ രൂപത്തിൽ പെരുമാറുന്നത് കണ്ട് അവൻ്റെ ബാഗ് ചെക്ക് ചെയ്താണ്. എനിക്കറിയാം, BEdകാർ പോവുക ഹൈസ്കൂളോ UP സ്കൂളോ ആണ്. ബാഗ് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൽ MDMAൻ്റെ വലിയ വലിയ പാക്കുകൾ കാണുന്നത് ഹൈസ്കൂൾ കുട്ടീൻ്റെ അടുത്ത്. ഇത് കൈ പിടിച്ചപ്പോൾ ഇവർക്ക് പേടിയായി. കാരണം കുട്ടി അയറ്റ ഭീഷണിയാണ് പറയണത്. ഇപ്പോൾ അറിയാമല്ലോ, നമ്മളൊക്കെ ഓൺലൈൻ മീഡിയയിൽ കാണുന്നതാണ്. കുട്ടി അധ്യാപകന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ പേടിക്കുന്ന ഒരു അധ്യാപകനുണ്ടാവും. നമ്മൾ പറയും, ആ കാലത്ത് അങ്ങനെ അടിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്നൊക്കെ പറയും. പക്ഷെ ഈ കാലത്ത് കുട്ടികളെ ഓർത്ത് പേടിക്കുന്ന അധ്യാപകന്മാരാണുള്ളത്. കുട്ടികൾക്ക് ആരെയും പേടിയില്ല. അധ്യാപകന്മാർക്ക് പ്രിൻസിപ്പാളിനെ പേടിയായിരിക്കും, ചിലപ്പോൾ പ്രിൻസിപ്പാളിന് മാനേജറെ പേടിയായിരിക്കും, മാനേജർക്ക് രക്ഷിതാക്കളെ പേടിയായിരിക്കും, രക്ഷിതാക്കളും എല്ലാവരും പേടിക്കുന്നത് കുട്ടികളെയാണ്. കാരണം ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. സഹപാഠി അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടിയെ തല അടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെ കൊന്നു കളഞ്ഞിട്ട് പോലും അവൻ്റെ മെസ്സേജൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. കാരണം കണ്ണ് തെറിച്ചു പോയി എന്നൊക്കെയാണ് പറയണത്. അതൊക്കെ നിസ്സാരമായിട്ടാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ അടുത്തു നിന്നാണ് പിടിക്കുന്നത് MDMA. ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചു. അവസാനം ഇവർ പ്രിൻസിപ്പളെ കൈ കൊടുത്തു. നിങ്ങൾക്കറിയോ, ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ ചുറ്റുപാട് എമ്പാടും നടക്കുന്നുണ്ട്. എമ്പാടും ഇതുപോലുള്ള കേസുകൾ നടക്കുന്നുണ്ട്. എന്നാൽ സ്കൂളുകൾ അത് മറച്ചു വെക്കും. കാരണം അവർക്ക് അടുത്ത കൊല്ലം അഡ്മിഷന് കുട്ടികൾ വേണം.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, ഈ ഉമ്മത്തിൽ ഈ കുട്ടി ജീവിക്കുമ്പോൾ അവൻ എങ്ങനെ വളർത്തണമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തില്ല എങ്കിൽ നാളെ സ്കൂളിൽ നിന്നും ഒരു പക്ഷേ നമ്മുടെ കുട്ടി വരുമ്പോൾ അവൻ്റെ ബാഗിൽ നിന്നും പിന്നെ ഉതറി വീഴുന്നത് MDMA പാക്കുകളായിരിക്കും. അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന പെൺകുട്ടികൾ, അല്ലേ, ആ പെൺകുട്ടികൾ ട്യൂഷൻ എന്നും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയിട്ട് കാട്ടിക്കൂട്ടുന്ന അപരാധങ്ങൾ അതേറെ മോശകരമാണ്. എല്ലാവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, എന്നാൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ്. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു അധ്യാപകനാണല്ലോ. ആ സന്ദർഭത്തിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞുള്ള അനുഭവമാണ്, സർ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം പ്രേമമില്ലാത്ത ആളുകളൊക്കെ ഇപ്പൊ മോശക്കാരാണ് ക്ലാസ്സിൽ. മനസ്സിലായോ? ഒരു ക്ലാസ്സിന് പിന്നെ ഒരു 80% കുട്ടികൾക്കും ഈ പ്രേമവും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ട്. എന്നാൽ അതിൻ്റെ പിന്നെ പരിമിത ഫലം വളരെ മോശം. ഇന്ന് അടുത്തൊരു രക്ഷിതാവ് ഒരു പോസ്കോ കേസുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ ആലോചിക്കണം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വേറൊരുത്തന് മോശമായ രൂപത്തിൽ ഫോട്ടോ അയച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ AI സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. മൊബൈലിൽ AI സംവിധാനം, ഒരു ഫോട്ടോ കിട്ടിയാൽ, ഒരു വീഡിയോ കിട്ടിയാൽ വേറൊരുത്തൻ്റെ തല വെച്ച് ഫിറ്റ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹം പിന്നെ അടുത്തും വിളിച്ചിരുന്നു, പ്രേമായിട്ട് അവസാനം അവൾ പേഴ്സണൽ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. സ്കൂളെന്നും പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവർ തമ്മിൽ റീലെടുത്ത് അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു. ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ രക്ഷിതാക്കൾക്ക് വന്ന് ഭവിക്കുന്നുണ്ട്. ഇല്ല എന്നാർക്കും പറഞ്ഞ് ഇതിനെ നിഷേധിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ച് ഒരു +2 ഡിഗ്രി തലത്തിലൊക്കെ എത്തുമ്പോഴേക്ക് ചാരിത്രം നശിച്ചു പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ പട്ടികൾ നമ്മൾക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതാ നമ്മുടെ അടുത്തൊരു സ്കൂളിൽ, കോളേജിന്റെ അടുത്ത്, അവിടെ വിൽക്കുന്ന ഗുളികകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കണ്ടെത്തിയ കണക്കാണ്. അവിടെ വിൽക്കുന്ന ഗുളികകളിൽ ഗർഭം അലസിപ്പോകും, നല്ല ഗർഭം കലക്കി കളയുന്ന ഗുളികകൾ വിദ്യാർത്ഥികൾ വാങ്ങി കുടിക്കുന്നതാണ്. ഈ പല കേസുകളും ഒരുപക്ഷെ ന്യൂസ് അല്ലെ, ഒരു കുട്ടീനെ കൊല്ലുമ്പോഴൊക്കെ ന്യൂസുകാർ ഇറങ്ങും, മയക്കുമരുന്നതിനെതിരെ, മാഫിയക്കെതിരെ എന്ന് പറഞ്ഞ് ഇറങ്ങും, സർക്കാരും ഇറങ്ങും. ഈ പറയുന്ന സർക്കാരിനെ ഇവിടെ അവരുടെ സമ്പത്തിൽ വലിയ ഒരു ഓതി എന്ന് പറഞ്ഞാൽ മദ്യം വിറ്റിട്ടുള്ള പൈസ അല്ലേ, മദ്യലഹരി അല്ലേ. ഒരു ഭാഗത്ത് ഈ MDMA-നെയും ഇതിനൊക്കെ ശക്തമായി പറയുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. സർക്കാരൊക്കെ ഒരു പരിധി വരെ ഇതിൽ നിൽക്കൂ, അല്ലേ? നാളെ ഓൺലൈൻ മീഡിയകൾക്ക് ന്യൂസുകാർക്കും പുതിയ ന്യൂസ് കിട്ടിയവർ അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകും, അല്ലേ? നമുക്ക് അറിഞ്ഞൂടെ ചൂരൽമലേൻ്റെ പ്രശ്നം? ആരെങ്കിലും പറയണ്ടോ? അവിടെ പ്രശ്നം തീർന്നോ? അവിടുത്തെ ആളുകളൊക്കെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തോ? ഇല്ല. പക്ഷെ അവർക്ക് അടുത്ത ന്യൂസിൻ്റെ പിന്നാലെ പോകും. പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്, അവരുടെ നേരായ പാതയിലേക്ക് നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെയുള്ള അധ്യാപകന്മാരോ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സംഘടനകളോ വിചാരിച്ചാലും നമ്മളെ കുട്ടികളെ നേരെയാക്കാൻ പറ്റില്ല. പലപ്പോഴും കുട്ടികളെ പറ്റിയുള്ള വിഷമം പറയൽ തന്നെയാണ് പിന്നെ രക്ഷിതാക്കളുടെ പ്രത്യേക അവരുടെ കാര്യം തന്നെ അതാണ്, മക്കളെ പറ്റി ഇങ്ങനെ പ്രയാസങ്ങൾ പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാൻ ഏതെങ്കിലും ഒരു വിഷയം എടുത്തു പറയുന്നില്ല. ലഹരി ആകട്ടെ, പ്രേമമാകട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, ഇതൊക്കെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടുത്തു പോലും സ്കൂളിൻ്റെ പരിസരത്ത് CCTV-യിൽ കുടുങ്ങിയ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഏറെ വേദനിച്ചു പോയിട്ടുണ്ട്. കണ്ടാണ് ഞാൻ. സ്കൂളിൻ്റെ അടുത്തൊരു CCTV കുടുങ്ങിയതാണ്. കുറച്ച് കുട്ടികൾ ചെയ്യുന്ന പരാക്രമങ്ങൾ, കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന, ഒരു പക്ഷേ മസ്ജിദെന്ന് പോലും പറയാൻ ലജ്ജിക്കുന്ന അത്രയും മോശമായ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, അല്ലേ? ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഒന്നിച്ച് ഏതെങ്കിലും ഷോപ്പിൽ പോവുക, അവിടുന്ന് കേക്ക് മുറിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുക. ഇതിനൊക്കെ പൈസ കൊടുക്കുന്ന രക്ഷിതാക്കളാണ്. അവരിത് അറിയുന്നില്ല, എന്താ ചെയ്യുന്നത്, എന്താ കളിക്കുന്നത്, അല്ലേ? പ്രത്യേകിച്ച് വലിയ കുട്ടികളൊക്കെ ആയാൽ അവർ തീരെ നോക്കൂല. അവനെവിടെയോ ബാംഗ്ലൂരോ മൈസൂരോ അവിടെ എങ്ങാനും പഠിക്കുന്നത്. പൈസ ചോദിക്കുമ്പോൾ പൈസ അയച്ചു കൊടുക്കും, അല്ലേ? കുട്ടികൾ എന്ത് ചെയ്യുന്നെന്നോ എന്ത് പ്രവർത്തിക്കുന്നോ അറിയില്ല. നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞത്, അവൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഏകദേശം 70% മുസ്ലിങ്ങൾ പഠിക്കുന്ന കോളേജാണ്. അവിടെ ഒരു ട്രിപ്പിന് പോയപ്പോൾ IV എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിപ്പ് പോകും. ആ ട്രിപ്പിന് പോയിട്ട് ഏകദേശം 99% കുട്ടികൾ മദ്യം കുടിച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. 99%. വെറുതെ പറയല്ല സഹോദരങ്ങൾ. ഇത്രയും അകപ്പതിച്ച് ഒരു പക്ഷേ നമുക്കിത് മനസ്സിലാവില്ല.
അപ്പൊ ഇത്തരം കാലഘട്ടങ്ങളിൽ ഈ നമ്മുടെ മക്കളെ എങ്ങനെ നേരായ പാതയിലൂടെ നയിക്കണം എന്നതിന് ചില നിർദ്ദേശങ്ങൾ, ഇസ്ലാം പറയുന്ന ചില നിർദ്ദേശങ്ങൾ, അത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇത്രയും സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് നമ്മുടെ ഉമ്മത്ത് ഇത്രയും മോശമാണ് എന്നറിയാനാണ്. മനസ്സിലായില്ലേ? ഈ അവസ്ഥ എന്നും മോശമാവും. 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഇനിയും മോശമാവും. കാരണം പിന്നെ ഞാൻ ഒരു UP സ്കൂൾ അധ്യാപകനാണ്. അവിടെ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ വായിൽ നിന്ന് വളരെ മോശമായൊരു വാക്ക് കിട്ടും, വളരെ മോശമായ വാക്ക്. ഞാൻ കേട്ടപ്പോൾ കുട്ടീൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഇതാ കുട്ടി ഇങ്ങനൊക്കെയാണ് പറയണത്. ഹലോ മാഷേ, അങ്ങനൊക്കെ പറയണ്ടോ? ഭയങ്കര ബേജാറ്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫോണ് കട്ട് ചെയ്തു. ആ സമയത്ത് കുട്ടി പറയണം, ഞാൻ പറഞ്ഞു എവിടുന്ന് ഇതൊക്കെ പഠിച്ച്? അവൾ പറഞ്ഞു ഞാൻ ഇന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് കണ്ടതാണ്. ഈ LGBT ആയിട്ട് ബന്ധപ്പെട്ട കാര്യം കുട്ടി പറഞ്ഞത്. ആണിനെയും പെണ്ണിനെയൊക്കെ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. കുട്ടി പറഞ്ഞു സിനിമയെന്ന് കണ്ടതാ. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ആരോടെ സിനിമ കണ്ടേ? ഉമ്മ ഇത് പറഞ്ഞു തരത്തില്ലേ ഇങ്ങനത്തെ സിനിമയൊന്നും കാണരുത്? അവൾ പറഞ്ഞു ഞാനും ഉപ്പ ഒന്നിച്ചാണ് കാണണ്ടേ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളും ഉപ്പ ഒന്നിച്ചാണ് പോലും കാണുന്നത്. ഇങ്ങനെ ഉമ്മയും മക്കളും കൂടി ഒന്നിച്ച് സിനിമ കാണുക, സീരിയൽ കാണുക, ഈ ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊന്നിച്ച് ഇങ്ങനെ കാണുക, ഈ ഹറാം അല്ലേ? എന്നിട്ടോ പഠിക്കാത്ത തോന്നിയാസങ്ങളിൽ ഇന്നടുത്ത് ഏതോ ഒരു സിനിമ ഇറക്കിയിട്ട്, ഞാൻ പേരൊന്നും പറയണില്ല, തല അടിച്ച് പൊട്ടിക്കുകയും ചോര തെറിപ്പിക്കുകയും അങ്ങേയറ്റം ബ്രൂട്ടലായ കാര്യങ്ങൾ കാണിക്കുന്ന ഇത്തരം സിനിമകൾ. അത് കാണേണ്ട തന്നെ സിനിമേൻ്റെ ആളുകളെന്ന് പറയുന്ന 18 വയസ്സുള്ള കുറഞ്ഞ ആളുകൾ അത് കാണാൻ പാടില്ലെന്ന. എന്നാൽ അത് കാണാത്തൊരു LP സ്കൂൾ കുട്ടിയില്ല, UP സ്കൂൾ കുട്ടിയില്ല, കാണാത്ത ആരുമില്ല. തല അടിച്ച് പൊട്ടിക്കുന്ന, ചോര തെറിപ്പിക്കുന്നത്, ഇങ്ങനത്തെ സാധനം കണ്ടിട്ട് പ്രത്യേകിച്ച് സഹോദരന്മാരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കാർട്ടൂൺ എന്നും പറഞ്ഞ് ഇറങ്ങുന്നൊരു സാധനമുണ്ട്. പണ്ട് മറ്റേ എലീനെ പൂച്ച പിടിക്കാൻ പോകുന്ന കാർട്ടൂണൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നല്ല. ഈ കാർട്ടൂൺ എന്നും പറഞ്ഞ് ഇറങ്ങുന്ന സിനിമയിൽ അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ, ആനിമേഷനുകളിൽ തല വെട്ടി തെറിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലൈംഗിക അത്തരത്തിലുള്ള അശ്ലീലതകളുള്ള കണ്ടന്റുകളുള്ള കാർട്ടൂണുകൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് കാർട്ടൂണല്ലേ, കുട്ടികൾ കാണുന്ന ചെറിയ പാവക്കുട്ടീൻ്റെ കളിയല്ലേ? അതൊന്നും അല്ല, പരിധി വിട്ട് പോയിട്ടുണ്ട്. ഇത്ര ആനിമേഷൻ വെബ് സീരീസുകൾ അങ്ങേറ്റം മോശമായ, ബ്രൂട്ടലായ, ചോര തെറിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന ഈ ജാതി സാധനങ്ങൾ കണ്ട് 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 കുട്ടികളുടെ മസ്തിഷ്കം ഇങ്ങനെ ആയിപ്പോയി. ഏത് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ഈ ഉമ്മത്തിൽ നടക്കാത്ത തോന്നിയാസങ്ങൾ ഉണ്ടാവില്ല. സ്കൂളിലൊക്കെ ഇപ്പോഴും കുട്ടികളെ വിടാൻ പല ആളുകളും പേടിക്കുകയാണ്. ഒരു ഉമ്മ എന്നെ വിളിച്ച്, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടീൻ്റെ ഉമ്മയാണ്, ആ ഉമ്മ വിളിച്ചിട്ട് ഉമ്മ പറയണം, ഇപ്പം കുട്ടി വേറെ ക്ലാസ്സിലാണ് പോയി, ഉസ്താദേ എൻ്റെ മോളൊന്ന് നോക്കണേ, എൻ്റെ മോൾ ഇന്ന് എവിടെയോ നിൽക്കുക, ആരോ അവളെ വിളിക്കുന്നുണ്ട്, അവളെ പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വേഗം നോക്കണേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം ഇട്ട് ഓടിയത്. മനസ്സിലായോ? ഇങ്ങനെ പേടിയോടുകൂടി മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന ഉമ്മമാർ എത്ര ഉണ്ടെന്നറിയാം നിങ്ങൾക്ക്? തൻ്റെ ചാരിത്രം നശിപ്പിച്ചു പോകുന്ന ചെറിയ പെൺകുട്ടികൾ, ബുദ്ധിയില്ല. അപ്പൊ ഇത്തരം കാലഘട്ടത്തിൽ സഹോദരങ്ങളെ ജീവിക്കുമ്പോൾ ഇത്രയും വലിയ നീണ്ട രാമകം ഞാൻ പറയുന്നത്, ഈ അവസ്ഥാവിശേഷം നമ്മുടെ ഉമ്മത്തിലുണ്ട്. വർഷം കഴിയുമ്പോൾ ഇത് നന്നാവില്ല, മോശാവേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? അത് നമ്മുടെ ബാധ്യതയാണ്, അല്ലെ? നമ്മുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. ഖു അൻഫുസകും, നമ്മൾ അതിൽപ്പെട്ടു. വഅഹ്ലീകും നാറ, നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. നരകത്തിലേക്ക് എത്തുന്ന ഏതൊക്കെ വഴികളുണ്ടോ, നാം പോകുന്ന വഴികളാകട്ടെ, നമ്മളെ മക്കളെ പോകുന്ന വഴികളാകട്ടെ, അത് തടഞ്ഞു വെക്കണം, അല്ലേ? അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലിബൂഹും വഅദ്ദിബൂഹും, നിന്റെ മക്കളെ ഇൽമു പഠിപ്പിക്കണം, അദബും പഠിപ്പിക്കണം, രണ്ടും പഠിപ്പിക്കണം, അല്ലേ? മദ്രസ എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മൾ വിടും. ചിലപ്പോൾ അടുത്തൊന്നും മുജാഹിദ് മദ്രസ ഉണ്ടാവില്ല, സുന്നി മദ്രസ എവിടെയെങ്കിലും ഒന്ന് പോട്ടെ. എത്ര വരെ പോവും? 7ാം ക്ലാസ് വരെ പോവും. അതും സ്പെഷ്യൽ ക്ലാസ്, മറ്റേ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഓടുകയും ചെയ്യും. കരാട്ട ക്ലാസ് ഉണ്ട്, അല്ലെ മറ്റേ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ പോവും, അല്ലെ? പ്രത്യേകിച്ച് ചില രക്ഷിതാക്കളുടെ കല്യാണത്തിൻ്റെ നീട്ടമൊക്കെ പറയും, എൻ്റെ ഉമ്മാൻ്റെ കാരണമുണ്ട്, അടിയൻ്റെ അമ്മൂശൻ്റെ അവരുടെ കല്യാണമാണ്, അതുകൊണ്ടൊന്ന് വിട്ടേരണം ഉസ്താദെ. സ്കൂളെങ്കിലും പ്രശ്നമല്ല, മദ്രസയമ്മാണ് ഇത്തരം കാരണങ്ങൾ പറയാൻ. എന്നിട്ട് സഹോദരങ്ങളെ അദബ് പഠിപ്പിക്കാതെ, നിങ്ങൾക്കറിയോ കുട്ടികളായ അവർ അദബ് പഠിപ്പിക്കും. ചെറിയ കുട്ടിക്ക്, അല്ലെ, ടാറ്റ പറയാമെന്ന് പറയുന്നതിന് പകരം അസ്സലാം അലൈക്കും എന്ന് പറയാം, അല്ലേ? ചെറിയ കുട്ടികളെ കൊണ്ട് ഒരടിച്ചേ ഇവരടിപ്പിച്ചേ, ഇതൊന്നും നല്ല ഒരു വളർത്തുന്ന ലക്ഷണമല്ല, അല്ലേ? ഒരെ ഷൂട്ട് ചെയ്തേ ഇവരടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്നതാണ്. അത് ശരിയല്ല. അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക.
പ്രത്യേകിച്ച് പിന്നെ ചില ആളുകളുണ്ട്, കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ കുട്ടീൻ്റെ കയ്യോ തലയോ എവിടെയെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ അടിച്ചിട്ട് സാരമില്ല അവിടെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടീനെ സമാധാനിപ്പിക്കുക. പ്രതികാര ബുദ്ധി ചെറുപ്പത്തിലേ കാറ്റി കൊടുക്കുകയാണ് നമ്മൾ, അല്ലേ? അതുകൊണ്ട് സഹോദരനെ അദബ് പഠിപ്പിക്കണം. ആളുകളോട് പെരുമാറുമ്പോൾ, വയസ്സായ ആളുകളോട് സംസാരിക്കുമ്പോൾ, അല്ലേ? ഒരു ഉപ്പാപ്പ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ മോനെ ചെറിയ കുട്ടീനെ അങ്ങോട്ട് വിടുക, ഉപ്പാപ്പാക്ക് ഉയിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പാപ്പാക്ക് പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക, അല്ലേ എന്ന് പറയാം. അങ്ങനെ കുട്ടികൾ, ചെറിയ കുട്ടികൾ തന്നെ അവരെ ഏത് കാലത്ത് ചെരുപ്പ് ധരിക്കണം, ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, ഇതൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും ഈ തയ്യാവുന്ന സമയത്ത് സഹോദരങ്ങൾ നമുക്ക് മാറ്റാം, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അതിൻ്റെ ശാഖമൊക്കെ വിടാം. മരായി കഴിഞ്ഞാൽ, വലിയൊരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക, ഏതെങ്കിലും ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തുക, നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്ന് പറയുക, അതിനൊരു കാര്യം ഉണ്ടാവില്ല. ചെറുപ്പത്തിലേ നമ്മൾ ഈ അദബ് പഠിപ്പിച്ചവരെ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിനെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, അല്ലേ? നാളെ പരലോകത്തെത്തുമ്പോൾ പല ആളുകളും വിചാരിച്ചത് പിന്നെ നമുക്ക് കുട്ടികളെ അങ്ങ് കുറ്റം പറയാന്ന പല രക്ഷിതാക്കളും ഇതാ എൻ്റെ മകൻ ഇങ്ങനെയത് എന്നെ കൊണ്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾ റബ്ബേ എൻ്റെ ഉപ്പ സുബൈക്ക് എന്നെ വിളിച്ചിട്ടില്ല, എൻ്റെ ഉപ്പ സുബൈക്ക് എന്നെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് ഞാൻ ഇന്ന് തിന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ വിലക്കിയിട്ടില്ല, അതുകൊണ്ട് അവരെ നരകത്തിലിട്ട് എന്നെ സ്വർഗത്തിലാക്കാൻ കുട്ടികൾ പറയും. നമ്മുടെ കുട്ടികൾ നമുക്കേറെ പേരുള്ള ചൂണ്ടുന്നൊരു ദിവസം വരും. മനസ്സിലായില്ല? അത് വിദൂരമല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറയുന്നുണ്ട്, അന്നല്ലാഹ സുബ്ഹാനഹു യസ്അലു വാലിദിഹി അൻ വലദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മക്കളോട് പിതാവിന് നീ അല്ലെങ്കിൽ മാതാവിന് നീ അവരോടുള്ള ബാധ്യതകൾ തീർത്തോ എന്ന് മക്കളോട് ചോദിക്കുന്നതിന് മുമ്പ് ഖബല അൻ യസ്അല വലദി അൻ വാലിദിഹി, മാതാപിതാക്കളോട് ചോദിക്കും, നിന്റെ മക്കളോട് കാണിക്കേണ്ട മര്യാദകൾ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അതബ്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തോ എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കുമെന്നാണ്. അത് കഴിഞ്ഞിട്ടേ മാതാപിതാക്കളോടുള്ള കടമകൾ പറ്റി ചോദിക്കുകയുള്ളൂ എന്നാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്ദബ ഇബ്നക്, നിന്റെ മകനെ നീ അദബ് പഠിപ്പിക്കുക. ഫഇന്നക മസ്ഊലുൻ അൻ വലദിക്, നിന്റെ മകനെ പറ്റി അല്ലെങ്കിൽ നിന്റെ മകളെ പറ്റി, നിന്റെ മക്കളെ പറ്റി നിന്നോട് റബ്ബ് ചോദിക്കും. മാദാ അദ്ദബ്തഹു, അവൻ എന്താണ് പഠിപ്പിച്ചത്, മാദാ അല്ലംതഹു, അവൻ എന്താണ് നീ അറിവ് കൊടുത്തത് എന്ന് പിന്നെ റബ്ബ് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അവരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫാത്തിഹ ഒക്കെ നമ്മൾ പഠിപ്പിക്കുക, ഉസ്താദല്ല പഠിപ്പിക്കേണ്ടത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു, അവരെത്ര വർഷം അവർക്ക് ചെല്ലും, അല്ലെ? ഒരു ദിവസം എന്തായിരുന്നാലും പിന്നെ 5 നേരത്തെ നിസ്കാരമുണ്ട്. ഓരോ നിസ്കാരത്തിലും സുബൈക്ക് 2 തവണ ചെല്ലണം, അല്ലേ? ളുഹറിന്, അസറിന്, മഗ്‌രിബിന്, ഇശാന് ആ ഫാത്തിഹ അത്രയും ചെല്ലണ്ടേ? അപ്പം നീ പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ കൂലി നിന്റെ അഡ്രസ്സിലേക്കാണ് വരിക. അവൻ എത്ര കാലം ചെല്ലുന്നു, അവന് 60 വർഷം ജീവിച്ചു, 60 വർഷം അവൻ നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ ഓരോ ഫാത്തിഹയ്ക്കുമുള്ള പ്രതിഫലം എത്രയാണ്, അല്ലേ? ഒരക്ഷരത്തിന് ഒരു കൂലി, 2 അക്ഷരത്തിന് നമ്മൾ പഠിച്ചല്ലേ, ആ കൂലി ഒന്ന് വിടാതെ നിനക്ക് കിട്ടും. അതുകൊണ്ട് ചെറുപ്പത്തിലെ മക്കളെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പഠിപ്പിക്കുക. അത് ഉമ്മമാരുടെ ഒരു ബാധ്യതയല്ല, നമ്മൾ മത്സരിക്കണം. ഉപ്പമാരൊക്കെ മത്സരിക്കുക അവരെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ, അല്ലേ? അങ്ങനെ നമ്മൾ അവരെ മുമ്പോട്ട് കൊണ്ടുവരണം. ഞാൻ വെറുതെ പറയല്ല. പിന്നെ നമ്മൾ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പിന്നെ അവിടെ ഒരു കർട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു, അടുക്കള കാണാത്ത രൂപത്തിലൊരു കർട്ടൻ. അപ്പോൾ അത് കർട്ടൻ കണ്ട് നീങ്ങിപ്പോയപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയ കുട്ടി, ഏകദേശം ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ഉണ്ടാവും. ആ കുട്ടി ഇങ്ങനെ വന്നിട്ട്, അല്ലേ, അത് നോക്കിയാൽ ഉള്ളു കാണാം, അടുക്കളയിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ കാണാം. അപ്പോൾ ആ കുട്ടി വന്നിട്ട് അവളുടെ കുഞ്ഞി കൈ കൊണ്ട് അതിങ്ങനെ മറിച്ചാണ്, എന്നിട്ട് ഉള്ളിലേക്ക് പോയി ആ കുട്ടി. അങ്ങനത്തെ ഒരു അദബ് അവർ പഠിച്ചത് ആ വീട്ടുകാർ നല്ലോണം പോറ്റിയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നല്ല നല്ല അദബുകൾ പറഞ്ഞു കൊടുത്ത് അവരത് ശീലിക്കും, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും. എൻ്റെ സഹോദരങ്ങളെ, പിന്നെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ ഫിത്നയൊന്നും ഇല്ലാണ്ട് മുമ്പോട്ട് പോകും, അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അല്ലേ? കാരണം പിന്നെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കൾ. ചില ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുക്കാതെ പരീക്ഷിക്കും, ചില ആളുകൾ മക്കളെ കൊടുത്തിട്ട് പരീക്ഷിക്കും, അല്ലേ? ഈ മക്കളോടുള്ള ഉത്തരവാദിത്വം നമുക്ക് അവസാനിക്കുന്നുണ്ട്. എൻ്റെ മകൻ ഏകദേശം നന്നായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, നിസ്കാരമൊക്കെ കൃത്യമാണ് എന്ന് വിചാരിച്ച് ആരും സമാധാനിക്കേണ്ട. ഏത് സമയവും ഹിദായത്ത് അവൻ്റെ കയ്യിൽ നിന്ന് പോയേക്കാം. അതുകൊണ്ട് നമ്മൾ അവനെ തർബിയത്ത് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്നവരെ, നമ്മുടെ അവസാനം വരെ മരിക്കുന്നവരെ തർബിയത്ത് ചെയ്യണം.
ബാപ്പാക്ക് 60 വയസ്സായി, മകന് 35 വയസ്സായി, 40 വയസ്സായി, അവൻ മസ്ജിദിലേക്ക് പോയിട്ടില്ലെങ്കിൽ അപ്പോഴും പറയണം, എന്താ പള്ളിയിൽ പോകേണ്ട, ഇവിടെ കുത്തിരിക്കുന്ന പള്ളിയിൽ പോ, മസ്ജിദിലേക്ക് പോ എന്ന് പറയണം. അതിന് ഏതെങ്കിലും ഒരു കാലയളവല്ല. അവ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയില്ലേ, ഇനി ഞാനെന്തിനാ പറയണം എന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? ഈ കുട്ടികളൊക്കെ തെറ്റാനുള്ള കാരണം, അവൻ മോശത്തരത്തിലൊക്കെ പോകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട രക്ഷിതാക്കൾ തന്നെയാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ല മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, നല്ല കുട്ടിയായിട്ടാണ്. പിന്നെ എങ്ങനെയാണ് നെഞ്ചക്കെടുത്ത് മറ്റുള്ള തല പൊളിക്കുന്നതും ഉമ്മാനും ഉപ്പാനും വെട്ടിക്കൊല്ലുന്നതും ബാക്കിയുള്ളവൻ അടിച്ചു കൊല്ലുന്നതൊക്കെ എങ്ങനെയാണ്? എന്നിട്ട് പറയണം, അവനെ യഹൂദനും നസറാനിയും ജൂതനൊക്കെ ആക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞാൽ, അവര് ആ രൂപത്തിൽ മാറുന്നതിൽ, കുട്ടികളെ അങ്ങനെ മാറ്റുന്നതിൽ രക്ഷിതാക്കൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇനി സഹോദരങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ എണ്ണി പറയും. അത് നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടി നല്ലോണമാവും. പിന്നെ നമ്മൾക്ക് ആ അവസരം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതിൽ ഒന്നാമത്തത്, കുട്ടി നന്നാകാനുള്ള ഒന്നാമത്തെ കാര്യമാണ് അൽ ഇഖ്തിയാർ സൗജത്തു സ്വാലിഹ്, നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത്. നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉള്ള പെണ്ണ് എന്നല്ല, നല്ല സമ്പത്തുള്ള നല്ല തറവാടുള്ള പെണ്ണ് എന്നല്ല. സഹോദരങ്ങൾ, എത്ര ഡൈവോഴ്സ് കേസുകളാണ് നടക്കുന്നതെന്ന് അറിയോ? എത്ര ഡൈവോഴ്സ് നമ്മൾ ചോദിച്ചാൽ പറയും, പിന്നെ ആദ്യം നല്ല തറവാട്ടുകാരായിരുന്നു, പെണ്ണ് ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല, കല്യാണം കഴിച്ചാലാണ് മനസ്സിലാകുന്നുള്ള ആള് ശരിയില്ല, എന്നിട്ട് ഇവളെ ഉപദ്രവിക്കുക, എന്നിട്ട് ഡൈവോഴ്സ് ചെയ്യുക. എത്ര കേസുകൾ, അല്ലേ? അത്യാവശ്യം നല്ല സമ്പത്തും ഇതൊക്കെ കണ്ടാൽ പിന്നെ മുസ്ലിം ആണെന്നില്ലാത്ത അവസ്ഥയാണ്. മുസ്ലിം ആണെന്നില്ല, നല്ല സമ്പത്തും ഇതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലേ, ഇങ്ങനെ വരും. നിങ്ങൾക്കറിയുന്ന അടുത്ത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത്, അവർക്ക് ഒരു ആലോചന കേസ് വന്നു. അവനോട് ഒരാളെ പറ്റി ചോദിച്ചു, നമ്മുടെ സുഹൃത്തിനോട്, എങ്ങനെ? അവന് പറഞ്ഞു, പുക വലിക്കുന്ന ആളാണ്, പുക വലിക്കുന്ന അല്ലാഹു അല്ല, ഞാനതാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് നോക്കിയാൽ മതി. പുകയല്ലേ, കഞ്ചാവൊന്നും അല്ലല്ലോ, പുകവലിയല്ലേ, ആ സാരല്ല എന്നാ പറഞ്ഞു. ഒരു രക്ഷിതാവ് പറഞ്ഞ, അത് സലഫി എന്ന് മാത്രമല്ല, വലിയ സംഘടനയുടെ നേതാവാണ്. അയാൾ പറയണം, പുകവലിയല്ലേ, കഞ്ചാവൊന്നും അല്ലല്ലോ. ഇങ്ങനെ പല ആളുകളും അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നാലൊരു ദീനിയായ ഒരാൾ വന്നാലോ, ഓനിക്ക് ലേശം ദീന് കൂടുതലാണ്. സഹോദര, ദീന് കൂടുതലാണെങ്കിൽ അവൻ അവന്റെ ഭാര്യയോടുള്ള ഹക്ക് ചെയ്യുന്നതിൽ അവന്റെ ദീന് കാണിക്കില്ലേ? അവന്റെ ഭാര്യയും നന്നായി പെരുമാറില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് അവൻ ജീവിക്കുന്നത്, അതുപോലെയാണ് അവന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിൽ അവന്റെ ഭാര്യ ഏറ്റവും നന്നായി അവൻ നോക്കൂലേ? അത് ശ്രദ്ധിക്കൂല. എന്നിട്ട് അവസാനം ആരെങ്കിലും പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അവസാനം അതിന്റെ പ്രത്യാഘാതം ഡൈവോഴ്സിലോ അല്ലെങ്കിൽ വീട് മാറി താമസിക്കുന്നിടത്തിലൊക്കെ എത്തും. ഇത്തരം ദുരന്ത കഥകൾ എണ്ണമറ്റ രൂപത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക, മക്കളുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇഖ്തിയാർ സൗജത്ത്, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങളാൽ, അല്ലെങ്കിൽ പിന്നെ ഒരു 4 കാര്യങ്ങളാൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കപ്പെടും. ലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫഗ്ഫർ ബിദാതി ദീൻ തരിബത യാദ. മണ്ണ് കയ്യിൽ തട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെട്ടാലും ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളിൽ ബാക്കിയുള്ള നോയിക്കൂടാന്നല്ല. ചില സലഫികളൊക്കെ ചിലപ്പോൾ സലഫിയത്തൊക്കെ കിട്ടിയ ആളുണ്ടാവും. അവൻ കിട്ടിയ ആദ്യ ഘട്ടത്തിൽ, അല്ലേ, ദീനേ ഞാൻ നോക്കൂ, എനിക്ക് വീടും വേണ്ട പറമ്പും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് ദീന് മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ ചിലപ്പോൾ അവൻ സ്വപ്നം കണ്ടൊരു ഒരു സൗന്ദര്യം ഉണ്ടാവും ഒരു പെണ്ണിന്, അതൊന്നും നോക്കാതെ ദീന് മാത്രമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ദീനൊക്കെ ഒന്ന് തണുക്കും. എല്ലാ കാലം ഇങ്ങനെ കത്തിക്കില്ലല്ലോ. ഒന്ന് തണുക്കുമ്പോൾ അവന് പിന്നെ അവളോടൊരു താല്പര്യം ഇല്ലാണ്ടായി, അവന് ഉദ്ദേശിച്ചൊരു സൗന്ദര്യം ഇല്ല, എന്നിട്ട് അവരോട് തോൽവിയും, എന്നിട്ട് അവസാനം ഡൈവോഴ്സിലേക്ക് എത്തും. എത്ര കേസുകൾ എന്നറിയാം. അതുകൊണ്ട് സഹോദര, നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ നീ സങ്കല്പിക്കുന്ന ഒരു സൗന്ദര്യമൊക്കെ വേണം, അല്ലേ? നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, എന്നാൽ പരിഗണന ദീനിനായിരിക്കണം. നിനക്ക് വീട് നോക്കാം. ഇനി സഹോദരങ്ങൾ, ഇത് രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം, അല്ലേ? മോനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ എനിക്ക് തറവാട് നോക്കണം, പറമ്പ് നോക്കണം, പൊരേൻ്റെ മുറ്റത്തിൻ്റെ വലിപ്പം നോക്കണം, കൊള്ളിൻ്റെ നീളം നോക്കണം, ഒക്കെ നോക്കും. പെൺകുട്ടിക്ക് ദീനുണ്ടോന്ന് മാത്രം നോക്കൂല, അല്ലേ? എന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു? ഇവള് രാത്രി പിന്നെ വണ്ടി എടുത്ത് പോവാ, യാത്ര ചെയ്യുക രാത്രി കാലങ്ങളിൽ. ഏതോ ഒരു ഫെമിനിറ്റീനെയാണ് കല്യാണം കഴിച്ചത്. ഇപ്പോഴും നമ്മുടെ ഒരു സുഹൃത്ത് ഡൈവോഴ്സ് കിട്ടാണ്ട് ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിച്ചു അവൾ പറയാണ്, കുട്ടിയെ നോക്കാൻ തിങ്കൾ മുതൽ ഇന്ന ദിവസം വരെ നിങ്ങൾ, ഇന്ന ദിവസം വരെ ഞാൻ, കുക്ക് ചെയ്യാൻ ഇന്ന നേരം നിങ്ങൾ, എല്ലാം പാതിപ്പാതിയൊക്കെ. ആലോചിച്ചോക്ക്,
ഓൻ എവിടെങ്കിലും തിരക്കിട്ട് ഓടുമ്പോൾ ഒന്ന് ഡ്രസ്സ് ഇസ്തിരി ഇടുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഇസ്തിരി ഇടേണ്ട ദിവസം നിങ്ങളുടേതാണ്, നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്യില്ല. ആ ഇങ്ങനെയുള്ളൊരു കുടുംബജീവിതം നയിച്ചാൽ എന്നിട്ട് അവന് ജീവിക്കാനാണെന്നില്ല അവസാനം. അവൾ പിന്നെ വീട്ടിൽ നിന്ന് വരാണ്ടായി. ചോദിച്ചാൽ പറയും ഞാൻ ബിസിനസ് ട്രിപ്പിലാണ്, ഇപ്പം എന്നെ ബുദ്ധിമുട്ടിക്കരുത് മിസ്റ്റർ ഹസ്ബൻഡ്, വീട്ടിൽ കുത്തിരിക്കുക. ആ ഇങ്ങനെ ബുദ്ധിമുട്ടും അവസാനം ഡൈവോഴ്സ് കിട്ടാൻ വരെ അവൾ എനിക്കിപ്പോൾ താല്പര്യമില്ല പിന്നെ വാന്നൊക്കെ പറയാണ് ഡൈവോഴ്സ് വയ്ക്കുമ്പോൾ. അങ്ങനെ ഞെരിങ്ങി പ്രയാസം കുട്ടിയായിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ജീവിതം ഭയങ്കര തൊലഞ്ഞു പോയി. അതുകൊണ്ട് ശ്രദ്ധിക്കുക സഹോദരങ്ങൾ ഇത്തരം കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെ, കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഉണ്ട്, അത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ ഇബ്രാഹിം നബിയൊക്കെ പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലെ, അതുപോലെ തന്നെ സക്കരിയ നബിയുടെ പ്രാർത്ഥന ഉണ്ട്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ. കുട്ടി ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ടോ ജനിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന നിർത്തിക്കളോ, കുട്ടിയൊക്കെ ഇനി എന്ത് പ്രാർത്ഥന, എന്നെ നിർത്തരുത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബി ജഅൽനാ മുഖീമസ്സലാത്ത മിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആഇ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കാണാം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, നിർത്താതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കുട്ടിയുടെ ഹിദായത്ത് നമ്മുടെ കയ്യിലൊന്നുമല്ല. ആരെപ്പം തെറ്റിപ്പോകും നമുക്ക് പറഞ്ഞൊന്നും കൂടാ. നിങ്ങൾക്കറിയാം, അബ്ദുള്ള അൽ ഖസീമി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട്. ഇമാം സഅദി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ എണ്ണിയ പണ്ഡിതനാണ്. ഇന്ന് നമുക്ക് ഇവിടെ പള്ളിയിലൊക്കെ നോക്കിയ തഫ്സീർ ഉണ്ടാവും, സഅദി, തഫ്സീർ സഅദി, അത് എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അതേ ദർജയിൽ വരുന്ന പണ്ഡിതൻ അബ്ദുൽ അൽ ഖസീമി. അദ്ദേഹം ഖബറാരാധനയ്ക്കെതിരെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് മിസ്റിന്ന്. ആ കിതാബുകൾ ഇപ്പോൾ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത്രയും പ്രഗത്ഭമായ പുസ്തകമാണ്. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെതിരെ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഖബർ ആരാധന പ്രോത്സാഹിച്ചപ്പോൾ അദ്ദേഹം ഉസ്താദിനെതിരെ കിതാബ് എഴുതി. ഖബർ ആരാധന ഇസ്ലാമിന് വിരുദ്ധ എന്നൊരു കിതാബ് എഴുതി. അദ്ദേഹത്തിനെ പറ്റി പറയാൻ സ്വഹീഹ് ബുഖാരി ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുക, എല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് നടക്കും. അങ്ങനത്തെ ഒരു പണ്ഡിതൻ. അദ്ദേഹം നിരീശ്വരവാദികൾക്കെതിരെ പിന്നെ ബുക്ക് എഴുതി. നിരീശ്വരവാദികൾക്കെതിരെ, അവരുടെ തോന്നിയാസങ്ങൾക്കെതിരെ അവർക്ക് മറുപടി പറഞ്ഞു. ഇയാൾ അവസാനം നിരീശ്വരവാദിയായി, തെറ്റിപ്പോയി, ഇസ്ലാം തെറ്റിപ്പോയി. അയാൾ കാഫറായിട്ടാണ് മരിച്ചത്. ഞാനൊന്നുമില്ല. അത്രയും വലിയ പണ്ഡിതന്റെ അവസ്ഥ ഇതാണ്. എന്തിനേറെ പറയണ സഹോദരങ്ങളെ. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകം ബാധിച്ച ആളുകൾ ഉണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് അല്ലെങ്കിൽ അസ്വദുൽ അനസ്. ഇവരുടെ അടുത്തേക്ക് ഒരു സഹാബിനെ അയച്ചു അവർക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി. ആ സഹാബി അവരുടെ അടുത്തേക്ക് ചെന്നു. സഹാബിയാണ്, സഹാബി സ്വർഗത്തിലാണ് അല്ലേ. സഹാബി അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള സൗകര്യങ്ങൾ കാണുന്നത്, അവരുടെ പണവും പത്രാസൊക്കെ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ആ മനസ്സ് മാറി. എന്നിട്ട് അവൻ്റെ കൂടെ കൂടി, കള്ളപ്രവാചകൻ്റെ കൂടെ കൂടി ഒന്ന് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. ഹിദായത്ത് നമ്മുടെ കയ്യിലാണെന്ന് ആരും വിചാരിക്കരുത്. മരിക്കുന്നവരെ ഇത് നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് ആരും വിചാരിക്കും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവനെ കണ്ടിട്ട് കൽബെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു കിതാബ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു പുസ്തകമോ എന്തെങ്കിലും ഒരു കിതാബ് അങ്ങനെ എടുത്ത് നടക്കും. അതിങ്ങനെ എഴുതും, പഠിക്കും. അങ്ങനത്തെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആര് കണ്ണ് കിട്ടിയാന്ന് എനിക്കറിയില്ല. പിന്നെ അവൻ്റെ കയ്യിൽ ഹാരി പോട്ടർ എന്നറ്റം പറഞ്ഞ ഏതൊരു ബുക്കാണ്, ഏതൊരു ഇംഗ്ലീഷ് ബുക്ക്, നോവൽ. പിന്നെ പുതിയ പുതിയ നോവലുകളാണ് കാണുന്നത്. കിതാബും പിടിച്ച് നടന്നവൻ അങ്ങനെ ആയിപ്പോയി. പിന്നെ സിനിമാ കഥകളാണ് വായിന്ന് വരുന്നത്. ഔദുബില്ല. അതുകൊണ്ട് ആർക്കും എൻ്റെ മകനൊക്കെ രക്ഷപ്പെട്ടു റെഡിയായി എന്ന് വിചാരിച്ച് സമാധാനിക്കാനായിട്ടുള്ള സഹോദരങ്ങൾ എപ്പോഴും ഹിദായത്ത് തെറ്റിപ്പോകും. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അവരുടെ കാര്യങ്ങൾ നന്നാകാൻ വേണ്ടി. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, പിതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുന്നതാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം, സലാസ ദഅവാതി മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ അല്ലാഹു ഒരിക്കലും അത് ഉത്തരം നൽകാതിരിക്കും. ലാ ശക്ക ഫിഹിൻ, അതിലൊരു സംശയം വേണ്ട, അതിൽ അല്ലാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതിലൊന്നാണ് ദഅവത്തുൽ വാലിദിഹി അലാ വലദി, പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. അത് അല്ലാഹു സ്വീകരിക്കും. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മൾക്ക് ഇപ്പോൾ 25-ാം രാവാണ്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവാണ്. ഈ രാവുകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു ഒരിക്കലും തടയൂല, അതിൽ സംശയമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലേ, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, ശരിയാണ്. അവന് ഒരു പക്ഷേ അവൻ്റെ കോഴ്സ് കിട്ടാൻ ലോൺ വരെ എടുത്തിട്ടുണ്ടാവും, വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആളുകളോട് കടം വാങ്ങിയിട്ടുണ്ടാവും അവളെ പഠിപ്പിക്കാൻ. പക്ഷെ അവർ ദീന് പഠിപ്പിക്കാൻ നമ്മൾ എന്താ വെച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അല്ലേ സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ ഇരിപ്പിച്ചിട്ട് അവനോട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എത്ര അറിവുണ്ടാവും അവന്? ഞാനെന്താക്കാനാ മദ്രസ പഠിപ്പിച്ചിട്ട് എത്ര കൊല്ലം, 2 കൊല്ലം, അതിനുശേഷം വേറെ പരിപാടിയൊന്നുമില്ലേ? സിയാറുകളില്ലേ നമ്മുടെ നാട്ടിൽ, ഖുർആൻ പഠന ക്ലാസ്സുകളില്ലേ, ഈ മസ്ജിദിൽ നടക്കുന്നുണ്ടല്ലോ, എത്ര ആൾ വരുന്നുണ്ട് അല്ലേ?
എന്നാൽ റമദാൻ കഴിഞ്ഞാൽ പല ആളുകളും ആവേശമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ മസ്ജിദിൽ ആരും കാണാനില്ല. പണ്ടൊരു ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്തൊരു ബോർഡ്, റമദാനിന് ശേഷവും നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. ആളുകൾക്ക് ഒരു സംശയം വേണ്ട, ഇത് ഇല്ലാണ്ടായിപ്പോന്നില്ല. റമദാനായ പിന്നെ പള്ളികളൊക്കെ കാലിയായി. പിന്നെ അസർ ജമാഅത്തിന് രണ്ടാളും, ഒരു വയസ്സായ ആളുണ്ടാവും, പള്ളിയുടെ അപ്പുറത്തുള്ള ഒരാളുണ്ടാവും, ആ രണ്ടാൾ മൂന്നാൾ അങ്ങനെ. സഹോദര, നമ്മുടെ ഈ ജീവിതം വളരെ ചെറുതാണ്. മരണം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ സമയവും ചലിക്കുന്നോറും മരണം നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്നെ വിട്ടുപോകല്ല, അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിശ്ചയിച്ച് ഇപ്പോൾ ഫൗസാൻ എന്ന് പറയുന്ന വ്യക്തി അത് നാളെ മരിക്കുന്നതാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണോ? ഇവിടെ ഈ നാട്ടിലല്ലേ ഒരു ഉപ്പ അല്ലേ, ആ ഉപ്പാന്റെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും തൻ്റെ മകള് വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സുദിനം. നിക്കാഹിന്റെ വേളയിൽ അയാളുടെ കൈപിടിച്ച്, അല്ലേ, എൻ്റെ മകൾ ഇന്നവളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ച് തന്നിരിക്കുന്നു പറയുന്നത് ഓരോ ഉപ്പ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അത് ചെയ്യുന്ന സമയത്തല്ലേ സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ചല്ലേ മരിച്ചു പോയത്, അല്ലേ, അവിടെ വെച്ചല്ലേ മരിച്ചു പോയത്. അദ്ദേഹം എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമായി കൊടുക്കട്ടെ. അല്ലേ സഹോദരൻ, ഇങ്ങനെ എത്ര എത്ര ആളുകൾ, അല്ലേ. ഞാൻ ഇപ്പോൾ നിന്നെ ഒരിക്കലും നിന്റെ വയസ്സോ നിന്റെ ശക്തിയോ നിന്റെ ആരോഗ്യമോ ഒരിക്കലും നിന്നെ മാറി ചിന്തിച്ച് കളയാൻ കാരണമാകരുത്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് വയസ്സായിട്ടില്ല എന്ന് ചിന്തിക്കരുത്. ഇതിനൊക്കെ മറികടന്നാണ് മരണം വരിക. അതുകൊണ്ട് സഹോദര, നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഒന്നാമത് നമ്മൾ പറഞ്ഞു പിന്നെ നല്ലൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുക, രണ്ടാമത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മൂന്നാമത് സഹോദരങ്ങളെ പിന്നെ ഇഖ്തിയാറു അസ്മാഉ ത്വയ്യിബ്, അവർക്ക് നല്ല പേരുകൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലെ, നല്ല പേരെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ബ അസ്മാഇക്കും ഇലല്ലാഹ് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര്. ഇനി അല്ലാത്ത പേരിടാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, അല്ലാത്ത പേരിടാം. അതുപോലെ തന്നെ സഹോദരങ്ങൾ, നമ്മൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീനിലേക്ക് നിസ്ബത്ത് ചെയ്യുന്ന പേരുകളെ ഇടൽ കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സിറാജുദ്ദീൻ, ഖമറുദ്ദീൻ, നൂറുദ്ദീൻ, ഷംസുദ്ദീൻ, ഈ ജാതി പേരിടൽ കറാഹത്താണ്. ദീനിലേക്ക് നിസ്ബത്ത് ചെയ്യുന്ന, സ്വയം തസ്കിയത്ത് ചെയ്യുന്ന പേരുകൾ ഇടൽ ഒഴിവാക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് സഹോദരങ്ങളെ നല്ലത്. ഈ പേരിടുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ. ചില അറബികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, ലികുല്ലിംരിഹിം മിൻ ഇസ്മുഹു നസീബ്. ഓരോ വ്യക്തിക്കും അവൻ്റെ പേരിൻ്റെ ഒരു ഓഹരി അവനുണ്ട് എന്നാണ്. അങ്ങനത്തെ ഒരു പേരിട്ട അതിൻ്റെ ഒരു ഗുണം അവൻ കാണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പാല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരാൾ പറഞ്ഞു, റസൂലേ ഞാൻ കൊണ്ടുവരാം. റസൂൽ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അവൻ്റെ പേര് ഒരു നല്ല പേരല്ല, ഉദാഹരണത്തിന് പ്രയാസം ഉണ്ടാക്കുന്നവൻ, അങ്ങനെ എന്തൊരു അർത്ഥം വരുന്ന പേരാണ്. റസൂൽ പറഞ്ഞു, നീ ഇരിക്കും. ഇപ്പോൾ വേറൊരാൾ ഉണ്ണീച്ചു, റസൂലേ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞു, റസൂൽ പറഞ്ഞു, നീ പോ, ഒരു എളുപ്പമുണ്ടാക്കുന്ന അർത്ഥമാണ് അവൻ്റെ പേര്. അപ്പോൾ സഹോദരങ്ങൾ, പേരിടുമ്പോൾ നല്ല പേരുകൾ ഇടുക. ചില ആളുകളൊക്കെ അവിടുന്ന് അർത്ഥമൊന്നും നോക്കൂല, പേരിടും എന്നിട്ട് അർത്ഥം കണ്ടുപിടിക്കാൻ നടക്കും. ഉസ്താദെ മുഹമ്മദ് ബ്ലിൻ എന്താണ് അർത്ഥം? നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക? ഏതോ പാകിസ്ഥാനി പേര്, ഇറാഖി പേരൊക്കെ ഇട്ടിട്ട്, വെള്ളത്തിൽ കല്ലിടുന്ന വേണ്ടിയിട്ടുള്ള പേരൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് പേര് കണ്ടുപിടിച്ചിട്ടുള്ള അർത്ഥം, നല്ല അർത്ഥമുള്ള പേര് ആദ്യം ഇടുക. മനസ്സിലായി? ചില ആൾ പേരിടും, സാനിയ, ആ ഒരു കളിക്കാരുണ്ട് സാനിയ മിർസ, കുട്ടിക്ക് എടുക്കട്ടെ സാനിയ. എന്താ അർത്ഥം? വ്യഭിചാരിണി എന്നാണ് അർത്ഥം. സെഡ് കൊണ്ട് നല്ല രസമുണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പേരിട്ടാൽ എന്താ കഥ? അതുകൊണ്ട് സഹോദരൻ, അതുപോലെ ഈ പിന്നെ അബ്ദു മനാഫ് ബിംബത്തിൻ്റെ പേരാണ്, അതൊക്കെയാണ് കുട്ടിക്കിടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പേരിടുമ്പോൾ നമ്മളൊരു പേര് കിട്ടിയിട്ട് പിന്നെ അതിൻ്റെ അർത്ഥം തപ്പി നടക്കുന്നതിന് പകരം നല്ല അർത്ഥമുള്ള പേരുകൾ, സഹാബത്തിൻ്റെ ഒക്കെ പേരുകൾ ഇടുക. അത് വലിയ ഖൈറുള്ള കാര്യമാണ് എന്നാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലേ. കാരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും തദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇ അബാകും ഫഹ്സിനു അസ്മാഅകും. ഖിയാമത്ത് നാളിൽ വെച്ച് പിന്നെ നിന്റെ പേരും നിന്റെ ഉപ്പാൻ്റെ പേരുമാണ് വിളിക്കുക. അതുകൊണ്ട് എന്താക്കുക? പേര് നന്നായിട്ട് പേരിടുക, നല്ല പേരിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, പൊതുവെ നമ്മുടെ നാടുകളിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ പേരിൻ്റെ കൂടെ ഭർത്താവിൻ്റെ പേരിടുന്ന ഒരു രൂപം ചില ആളുകൾക്കിടയിൽ കാണാം. അത് ശരിയല്ല, അത് ഖുർആന് എതിരാണത്. ഈ ഹദീസ് നമ്മളെന്താ പഠിച്ചത്? അവൻ്റെ ഉപ്പാൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പരലോകത്ത് നിൽക്കുക. അതുകൊണ്ട് സ്ത്രീകളാകട്ടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പേരിലല്ല അറിയപ്പെടേണ്ടത്, അവരുടെ ഉപ്പാൻ്റെ പേരിൽ തന്നെയാണ്. അത് ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം അദിലാണ്. മക്കൾക്കിടയിൽ നീതി കാണിക്കുക. അനീതി കാണിക്കാതെ, ഇത് ആൺകുട്ടി ഇത് പെൺകുട്ടി,
അതുകൊണ്ടും അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ പഠനത്തിൻ്റെ കാര്യത്തിലോ അനീതി കാണിക്കാൻ ഒരു കാര്യം അല്ലേ. ചിലപ്പോൾ ചില മക്കളോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടാവും. ചെറിയ കുട്ടി, അനിയൻ, അവനാണ് ലാസ്റ്റ്. ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കുട്ടിയായിരിക്കാം അല്ലെ, അവനോടൊരു സ്നേഹം കൂടുതൽ. അല്ലെങ്കിൽ ഒരു കാരണവശാലോ ചിലപ്പോൾ രക്ഷിതാക്കൾ പറയും എനിക്ക് 4 മക്കളുണ്ട്, 4ഓടും ഒരുപോലെ ഇഷ്ടം, 5 കല്ല് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കിടയിൽ ചിലപ്പോൾ ഇഷ്ടം നമ്മുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അത് സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ സ്വഭാവം, പ്രകൃതി അങ്ങനെയാണ്. എന്നാൽ അവർക്കിടയിൽ നീതി കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. പെരുന്നാൾക്ക് ഡ്രസ്സ് വാങ്ങുന്നതാണെങ്കിൽ ഒരുത്തന് ചെരുപ്പ് വാങ്ങിയില്ല, അവനോട് ഉദറെങ്കിലും പറയണം, മോനെ എനിക്ക് ചെരുപ്പ് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ തൽക്കാലം ഈ ചെരുപ്പ് പോരെ, നമുക്ക് വേറെ ചെരുപ്പ് പിന്നെ വാങ്ങാം എന്നെങ്കിലും അവനോട് പറയണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ കുറച്ച് മുട്ടായി കൊണ്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കുക, അത് വീതം വെക്കുമ്പോൾ അതിൽ നീതി കാണിക്കണം. ചെറിയ മുട്ടയായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ ഒരു 19-20 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഓൻ വലുതായല്ലോ എനിക്കിനി വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കരുത്. അത് ശരിയല്ല. ആ കുട്ടി അത്തരം ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. നിങ്ങൾക്കറിയാം, വലുതായി കഴിഞ്ഞിട്ട് ചില കൗൺസിലർമാരായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയലുണ്ട്, പല കുട്ടികൾക്കും ഉപ്പാനോടും ഉമ്മാനോടും ദേഷ്യം കാരണം ഇതുപോലെ ചെറിയ അനീതികൾ അത് കണ്ട് അവർക്ക് വെറുപ്പായി. പിന്നെ മനസ്സിലായില്ലേ? അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എൻ്റെ മക്കൾക്കൊരാൾ ഒരു സമ്മാനം, ഒട്ടകം എന്നൊക്കെ വേറെ ഹദീസിലുണ്ട്, അത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഷാഹിദാകണം എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഇത് കൊടുക്കുമ്പോൾ ഒന്ന് സാക്ഷിയായിട്ട് നിങ്ങൾ നിൽക്കണം. ഒരു സന്തോഷമാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ മറ്റുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ടോ അല്ലേ, നിന്റെ മറ്റുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, സാധാരണ ഈ കുട്ടിക്ക് തൽക്കാലം ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നീ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹിനെ സൂക്ഷിക്കണം റസൂൽ ഗൗരവത്തിലാണ് പറഞ്ഞത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, അദിലു ബൈന ഔലാദിക്കും, നിന്റെ മക്കൾക്കിടയിൽ നീ നീതി കാണിക്കും. റസൂൽ പറഞ്ഞു, ഞാൻ അതിന് ഹാജറാവില്ല, ഞാൻ അതിന് വരില്ല. നിസാര ഒരു സമ്മാനം കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിനോട് വന്ന് കിടന്ന് പറഞ്ഞു, ബാക്കിയുള്ള കുട്ടികൾ കൊടുക്കുന്നില്ലെങ്കിൽ ഞാനതിന് സാക്ഷിയാവില്ല എന്ന് പറഞ്ഞത്, വരൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മക്കൾക്കിടയിൽ നീതി കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വലുതായാൽ ചിലപ്പോൾ തലേന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയായിരിക്കും, ഒരു ചിക്കൻ കറി, ഇപ്പോൾ നോമ്പിന് എന്തെങ്കിലും ചിക്കൻ കറിയോ എന്തെങ്കിലും നല്ലൊരു കറി ഉണ്ടാക്കി, രാവിലെ ആയപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ തിന്നു, ബാക്കി ആരും കാണണ്ട അല്ലേ. ചിലപ്പോൾ ആ സമയത്തേക്കോ അനിയത്തിയോ വേറൊരാൾ മക്കൾ വരിക, അവന് പറയുന്നത് എനിക്ക് തരാണ്ട് അവന് മാത്രം ഒരു ചിക്കൻ കറി. ശരിയാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ നിസാരമായ കാര്യമായിരിക്കാം, പക്ഷെ അതൊക്കെ അനീതിയാണ്. മനസ്സിലായില്ലേ? ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഓഹരി വെക്കുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് കാരണം ഒരുപാട് ആളുകൾ ഇന്നടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ നടി, അവൾ ഒരു എത്തിസ്റ്റായി പോലും, ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് പോലും, അവൾ പറഞ്ഞ കാര്യം എന്താ അറിയോ, പിന്നെ എൻ്റെ വീട്ടിൽ പണ്ട് മത്സ്യം പൊരിച്ചാൽ ആൺകുട്ടികൾക്ക് കൊടുക്കും, എനിക്ക് തരൂല, ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട്. നീ പെൺകുട്ടിയല്ലേ, നീ വലുതായില്ല, എനിക്ക് ആൺകുട്ടികൾ എടുക്കട്ടെ. പണ്ടത്തെ കാലമാണ്, അത്ര സാധനമൊക്കെ വീട്ടിലുണ്ടാവും. ഇത് അവർക്ക് സഹിച്ചില്ല പോലും. അന്ന് ഇസ്ലാമിനോടുള്ള വെറുപ്പ്, അത് രക്ഷിതാക്കളോടുള്ള എതിർപ്പല്ല, ഇവരൊക്കെ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഇസ്ലാമിനോടുള്ള വെറുപ്പ്. അങ്ങനെ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്, ഒരു പൊരിച്ച മീൻ കൊണ്ട്. ഞാൻ തോന്നുന്നില്ല, അള്ളാഹു സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പിന്നെ നമ്മൾ നിസാരമായി കണ്ടുകൂടാ. ഇനി 5ാമത്തെ കാര്യം, റിഫ്ഖ് വറഹ്മ, കുട്ടികളോട് റിഫ്ഖും റഹ്മത്തും ഉണ്ടാകണം, അവരോട് കാരുണ്യമുണ്ടാകണം, മക്കൾക്കിടയിൽ സ്നേഹം ഉണ്ടാകണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരോട് ഉപദേശിക്കുമ്പോൾ പോലും എല്ലാത്തിനും ഒച്ചയിടുക, കയർക്കുക എന്നുള്ള സ്വഭാവം അത് ഉണ്ടാകാൻ പാടില്ല. അല്ല, എന്തു പറയുമ്പോൾ ഞാൻ ഇവിടെ പോകും, എന്തിനാണ് ഇങ്ങനെ അലറുന്നത്, നല്ലോണം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉപ്പമാര് ശ്രദ്ധിക്കുക, അവരോട് റിഫ്ഖ് കാണിക്കുക, കാരുണ്യം കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫി ഷൈഇൻ ഇല്ലാ സാന വലാ യൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. അനുകമ്പ എന്നുള്ളത് ഏത് കാര്യവും നല്ല അലങ്കരിക്കപ്പെടും, അത് നന്നാക്കും. ഒരു റിഫ്ഖ് കാണിക്കുക, അതിന് സ്നേഹം ഉണ്ടായാൽ അത് നല്ല കാര്യമാണ്. ഇനി അതില്ലെങ്കിലോ എല്ലാ കാര്യവും മോശമാവും. നിന്റെ മക്കളോട് ഉപദേശിക്കുമ്പോൾ റിഫ്ഖ് പറ, സ്നേഹത്തിൽ പറ, മോനെ എന്നൊക്കെ വിളിച്ച് അടുത്ത് നിന്നിട്ട് പറ, അങ്ങനെ ഉപദേശിച്ചു കൊടുക്കും. അങ്ങനെ ചില ആളുകൾ പറയും മക്കളോട് സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹം കാണിക്കൂല പോലും. ഇത് സഹോദരൻ ചോദിക്കട്ടെ, ഉപ്പമാരെ നിങ്ങളുടെ മക്കളെ നോക്കി ചിരിക്കാറുണ്ടോ? ചില പണ്ടത്തെ കാലത്ത് ഒരു സ്വഭാവമുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഈ വയസ്സായ ആളുകളും നമ്മുടെ ഉപ്പാപ്പാൻ്റെ ഇവർക്ക് നോക്കി അവരൊക്കെ ഭയങ്കര ഗൗരവമായിരിക്കും, മക്കളോടൊന്നും ചിരിക്കൊന്നുമില്ല.
അല്ലെ? അവർക്ക് അന്ന് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അവരുടെ ഉസ്താദ്മാർക്ക് അങ്ങനെയാണ്, ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കണം, ഗൗരവത്തിൽ നിൽക്കണം എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആ ഒരു സ്വഭാവം കണ്ടു പഠിച്ച ഉപ്പമാർ അവർക്ക് മക്കളുണ്ടായപ്പോൾ അവരെ സ്വഭാവം അങ്ങനെയായി, അല്ലേ? എൻ്റെ അടുത്തൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് എൻ്റെ ഉപ്പ എന്നെ നോക്കി ചിരിച്ചപ്പോഴാണ്. കുറച്ച് പ്രായമുള്ള ആളാണ്. ഉപ്പ ഹജ്ജിന് പോകുമ്പോൾ ആദ്യമായിട്ട് ചിരിച്ചു പോലും. അത് നമ്മൾ ചിരിക്കാനും അവർക്ക് സ്നേഹചുംബനങ്ങൾ നൽകാനൊക്കെ സമയം കണ്ടെത്തണം, അല്ലേ? ചില 15 വയസ്സായ പെൺകുട്ടികളെ പിന്നെ ഉപ്പമാർ അടുപ്പിക്കൂല, അല്ലേ? ഒരു വലിയ പെണ്ണായില്ലേ, അപ്പുറത്തെ വരെയുള്ളവനാണ് അവള് വലിയ പെണ്ണ്, നിനക്ക് മോൾ തന്നെയാണ് അവൾ. 15 വയസ്സായാലും 20 വയസ്സായാലും മോൾ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫാത്തിമ ബീവി എന്ന് പറഞ്ഞില്ലേ, റസൂലെ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഷോൾഡർ നോക്കൂ, ഇവിടെയൊക്കെ തോല് പൊളിഞ്ഞിട്ടുണ്ട്, വെള്ളം കൊണ്ടുവന്നിട്ടും ഒക്കെ പ്രയാസപ്പെടുന്നുണ്ട് റസൂൽ, എൻ്റെ കൈകൾ നോക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയെ, ഒരു വൃത്തിയെ വീട്ടിലൊരു പണിക്കാരിനെ വെച്ച് തരുമോ? റസൂൽ പറഞ്ഞു, ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അങ്ങനെ വെച്ച് തരാൻ പറ്റൂല. അവർ മടങ്ങിപ്പോയി. റസൂലുള്ളാഹിക്ക് വിഷമായി. രാത്രി അവരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അലി റളിയല്ലാഹു ഇപ്പുറത്തും ഫാത്തിമാൻ ഇപ്പുറത്തും അടുത്തിരിപ്പിച്ചു. റസൂലിൻ്റെ രണ്ടാളെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആ സ്നേഹം നോക്കൂ, ഒരു ഉപ്പ കാണിക്കുന്ന സ്നേഹമാണ്. കല്യാണം കഴിച്ച് വലിയായി, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ തോണ്ടി കളിക്കുന്നത് ചിലപ്പോൾ നമ്മളെ മനസ്സിൽ തോന്നിയേക്കാം. അങ്ങനെയല്ല, റസൂൽ അടുത്ത് പിടിച്ചു. എന്നിട്ട് റസൂലുള്ള ചില ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തു. ഉപദേശം കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ആർദ്രത, സ്നേഹം അത് കാണിക്കുക തന്നെ വേണം. അവർ മക്കളെ അടുത്ത് പിടിച്ചിട്ട്, മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മൾ ഇനി ഹുബ്ബുക്കഫില്ല എന്നുള്ള ക്ലാസ് അവിടെ കേട്ടിട്ടുണ്ട് നജാത്തി എടുത്തപ്പോൾ. അത് ആദ്യം കാണിക്കേണ്ടത് നമ്മുടെ ഭാര്യനോടും മക്കളോടുമാണ്. അള്ളാഹിൻ്റെ പേരിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. വലിയ മോനായാലും അവൻ അടുത്ത് വെക്കണം, ഉമ്മക്ക് കൊടുക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മക്കൾ പിന്നെ ഒരു MDMA പിന്നാലെ പോകില്ല, അവരൊരു മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകില്ല, അവരുടെ ലഹരി അവരുടെ ഉപ്പയുമ്മയോ, അല്ലേ? ഇന്നടുത്ത് ഞാൻ ഈ കൂട്ടത്തിലൊരാൾ, ഞാൻ ആരാന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച ഞാൻ ഇങ്ങനെ കേട്ടു. പിന്നെ അബി, ഉമ്മി, അഹി എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഒരു ഫാമിലി ഗ്രൂപ്പായിരിക്കാം. നിങ്ങളൊക്കെ സുഖം തന്നെ അല്ലേ? എല്ലാവർക്കും ഹൈറല്ലേ? ഞാൻ ഇന്നൊരു ക്ലാസ് കേട്ടു, ഞാൻ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. സുബ്ഹാനല്ലാഹ്, ഈ കാലത്തും മക്കൾ എത്ര സുന്ദരമായിട്ടാണ് ഉപ്പാനോട് സംസാരിക്കുന്നത്. ഒരു ഫാമിലി ഗ്രൂപ്പാണ്. ഞാൻ ഇന്ന് ക്ലാസ് കേട്ടിട്ട് അത് ഇന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു, അപ്പോൾ പിന്നെ ഇന്ന് കാര്യങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് രസമുണ്ടത്, അല്ലേ? അങ്ങനെയുള്ള സംസാരങ്ങൾ വേണം. അങ്ങനെയുള്ള സംസാരങ്ങൾ ഒരുപാട് ഖൈറുണ്ടാക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ കുട്ടികളോട് മാപ്പൊക്കെ പറഞ്ഞ് നമുക്ക് ശീലിക്കണം. കുട്ടികളോട് മാപ്പ് പറയാൻ പാടില്ല എന്നുള്ള ഇത് മിഥ്യാധാരണ ഒന്നായിരിക്കും ഉണ്ടാകാൻ പാടില്ല, അല്ലേ? ഒരിക്കൽ ഒരു മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഒരു ദർസ് എടുക്കാൻ പോവാണ്. ദർസ് എടുക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടി പെട്ടെന്ന് എന്തോ കളിച്ചു വരുന്നതാണ്. അദ്ദേഹത്തിനെ കാത്ത് വലിയൊരു സമൂഹം അവിടെ കാത്തിക്കുന്നുണ്ട്. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്പീഡിൽ ഓടുന്ന ഓട്ടത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നു. അവനിങ്ങനെ പോകുന്നതായിട്ട് പറഞ്ഞ് വരികയാണ്. അവനെ അറിയാണ്, അവൻ്റെ കാലുമേ ചവിട്ടിപ്പോയി. അവനവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അവൻ്റെ കാലിങ്ങനെ തടവി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയണം, ഉപ്പാനോട് ക്ഷമിക്കണം കേട്ടോ മോനെ, ഉപ്പാനോട് അറിയാതെ പറ്റിപ്പോയതാണ്, ഉപ്പാനോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാലിൽ തടവി കരച്ചിൽ നിർത്തിയപ്പോൾ മാത്രം സാധനം എടുത്തു പോയി. സുബ്ഹാനല്ലാഹ്, നോക്കുക, സ്നേഹം നോക്ക്. അത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്, അല്ലേ? നമ്മൾ ചിലപ്പോൾ കുട്ടികളെ അടിച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് അവനോട് മോനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ, ചിലപ്പോൾ അറിയാണ്ടായിരിക്കും അവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അടിച്ചപ്പോൾ ചിലപ്പോൾ കൂടുതൽ അടിച്ചു പോയിട്ടുണ്ടാവും. അടിക്കരുത് എന്നല്ല ഞാൻ പറയണത്, അതിനൊരു മര്യാദ അവനോട് പോയിട്ട് അപ്പാനാണ് അങ്ങനെ അടിച്ചു പോയത്, മോൻ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ സുബ്ഹാനല്ലാഹ്, എത്ര നല്ല സ്വഭാവമാണ്. അത്തരം സ്വഭാവങ്ങളൊക്കെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈനെ മടിയിലിരുത്തിയിട്ട് അവരിങ്ങനെ ഉമ്മ വെക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അഖ്റ ബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം പറയാണ്, ലി അശ്റതി മിൻ വലദി മാ ഖബൽതു മിൻഹു അഹദ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരുത്തനെ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടൊന്നുമില്ല. അവർ കുറച്ച് വലുതായിട്ടുണ്ട്, അല്ലേ? എനിക്ക് ഇത്രയും കുട്ടികളുണ്ട്, പക്ഷേ ഞാൻ അവരെ ഉമ്മ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കിയിട്ട് പറഞ്ഞു, മല്ല യർഹം ലാ യുർഹം. കാരുണ്യം കാണിക്കാത്തവനോട് കാരുണ്യം അള്ളാഹു കാണിക്കപ്പെടുകയില്ല, അല്ലേ? മക്കളെ അടുത്ത് വെക്കുക, ചേർക്കുക, ഉമ്മ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട നല്ല അദബപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നല്ലോണം സ്നേഹിച്ചൊരു ഉപ്പയും ഒരു ഉമ്മയും ഉണ്ടെങ്കിൽ, അവൻ്റെ തിന്മകൾ കാണുമ്പോൾ അവന് തിരുത്തി കൊടുക്കുന്ന ഒരു ഉപ്പയും ഉമ്മ ഉണ്ടെങ്കിൽ, അല്ലേ? തിരുത്താന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് പറയാന്നല്ല,
ഓ എൻ്റെ മോൻ ഇന്നലെ വന്നതെന്ന് പറഞ്ഞ് സ്ത്രീകളാണെങ്കിൽ അയൽവാസികളോട് അവൻ്റെ കുറ്റം പറയാം, ഉപ്പയാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് മോൻ്റെ കുറ്റം പറയാം. ഇങ്ങനെ പറഞ്ഞാൽ ആ കുടുംബം തൊലഞ്ഞു പോവുകയുള്ളൂ. പിന്നെ മക്കൾ ഉപ്പാനെ പറ്റി കുറ്റം പറയാം, ഒരു ഭാഗത്തിരുന്ന് ഐബത്ത് പറയാം. ഐബത്ത് പറയാന്ന് പറഞ്ഞാൽ അന്യരെ പറ്റി പറയുന്നതല്ല, കുടുംബത്തിൽ തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ കമ്പയർ ചെയ്യാം, നീ ഓനെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കുക ഇങ്ങനെ നടന്നാൽ മതി എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാം അല്ലേ. എല്ലാത്തിനും അവർക്കൊരു സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ വിചാരിച്ച സമയത്ത് ജോലി ശരിയായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നല്ലോണം നടന്നോളണമെന്നില്ല. ആ സമയത്ത് ഉപ്പയും ഉമ്മയും സപ്പോർട്ടായിട്ട് നിൽക്കണം. മനസ്സിലായില്ലേ? ആ കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളായിട്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിങ്ങൾക്കറിയോ, പലപ്പോഴും സ്കൂളുകളിലെ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ ടൂർ വിടുന്നുണ്ടാവും ചിലപ്പോൾ ചില ആളുകൾ. ആ ടൂറേ അലമ്പാണ്. അത്രയും ഫിത്തനുള്ളൊരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. അവിടെ നിസ്കാരമില്ല കുട്ടികൾക്ക്. നിങ്ങളുടെ മക്കളെ കണക്കെടുത്ത് നോക്ക്, പലപ്പോഴും സ്കൂളിലെത്തിയ ലുഹറില്ല. കാരണം സ്കൂൾ എന്ന് പറയുക റോഡ് മേൽ വിടാൻ പറ്റൂല, NDM-ആണ്, കേസാണ്, റോഡ് മേൽ വണ്ടിയുണ്ട്, അതുകൊണ്ട് പള്ളിയിൽ പോകാൻ വിടും. കുട്ടികൾ മസ്ജിദ് പോകണില്ല, നിസ്കരിക്കണില്ല, എല്ലാ സമയവും നിസ്കരിക്കാതിരിക്കുന്ന അവസ്ഥ. ആദ്യം സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം അത്തരത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന സ്കൂൾ തിരഞ്ഞെടുക്കുക. അവിടെ വിജയ ശതമാനം കൂടുതലാണ്, അവിടെ ഒന്നും ഫുൾ A+ ആണ്, അതുകൊണ്ട് കുട്ടി അങ്ങോട്ട്. അതല്ല, എൻ്റെ കുട്ടീൻ്റെ ദീന് കൂടി നീ പരിഗണിക്കണം. അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുക നമ്മുടെ സ്ഥാപനം അല്ലേ. ഇത്തരം കാലങ്ങളിൽ ഇത് ഞാൻ ലാസ്റ്റ് പറയാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്ഥാപനം, ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, ഹിഫ്ള് സ്ഥാപനമാണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് ഭൗതികമായി പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കുട്ടി അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അത്തരത്തിലൊരു കേസിലേക്കും പോകില്ല. ഇൻഷാ അല്ലാഹ് നല്ല തർബിയത്ത് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹിഫ്ള് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ദീനിന്റെ പുറമെ ദുനിയാവിന്റെ കാര്യങ്ങളും ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രയാസമുള്ള കാര്യമാണ്. സാമ്പത്തിക സ്ഥിതി നോക്കണം, ഇവിടെയുള്ള ടീച്ചർമാർക്ക് സാലറി കൊടുക്കണം. എന്നിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇത്തരം ഇവിടെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. ഇവിടെയുള്ള ഒരിക്കൽ ഇവിടെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നു, ഞാൻ ഇവിടെ വാർഡനായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ 2-3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കരയാണ്. കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ ഞങ്ങൾക്ക് പോകാനാകുന്നില്ല. തെറി കേട്ടിട്ട് തെറി പറയാൻ കുട്ടികൾ. അതൊന്നും ഇപ്പോൾ കുട്ടികൾക്കൊരു തെറ്റാന്ന് പോലും അറിയില്ല. തെറി പറയലൊക്കെ തെറ്റാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വൃത്തികേട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കേട്ടാൽ അറച്ചു പോകുന്ന വൃത്തികേട്. കുട്ടികൾ കരഞ്ഞു പറയണം, ഉസ്താദ് ഇത് കേൾക്കാനാണല്ല, ഞങ്ങൾ സ്കൂൾ വിടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നാണ് അല്ലേ. നല്ല തർബിയത്ത് കിട്ടിയ കുട്ടികൾ നന്നാവും. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ നന്നാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തർബിയത്തുകൾ നമ്മൾ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അല്ലേ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ട് കൊടുക്കുന്ന ഉപദേശം ഖുർആനിലുണ്ടത്. ആ ഉപദേശം അല്ലേ, യാ അബുനയ്യ. ആ വിളി തന്നെ നോക്ക് സഹോദരങ്ങൾ, യാ അബുനയ്യ. യാ എന്ന് പറഞ്ഞാൽ യാ ഉന്നിദ, ഒരാളെ സ്നേഹത്തോടെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വേർഡാണ് അറബിൽ യാ. അല്ലേ മോനെ, അല്ലേ പൊന്നു മോനെ. മലയാളം തഫ്സീർ എടുത്താൽ പൊന്നു മോനെ, കുഞ്ഞു മോനെ എന്നൊക്കെ കാണാം. ആ സ്നേഹം കൊണ്ട് വിളിക്കാൻ അല്ലേ. ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. മകന് കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ, മാതാപിതാക്കളോട് നല്ലോണം പെരുമാറണേ. വലാ തുസഗ്ഹിർ ഹദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹ. അല്ലേ, നീ ജനങ്ങളോട് കവിൾ കോട്ടി സംസാരിക്കരുത്, ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കരുത് എന്നുള്ള ഉപദേശം ഒരു ഉപ്പ കൊടുക്കാൻ അല്ലേ, ഉപ്പ കൊടുക്കുന്നു. അതുപോലെ തന്നെയുള്ള ഉപദേശങ്ങൾ നമുക്ക് കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ പിടിച്ചു അല്ലേ. മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉപദേശമുണ്ട്. അം കുന്തും ശുഹദാ ഇദാ ഹദറ യാക്കൂബ് അൽ മൗത്ത് ഇദ് ഖാല ലിബനി മാ തഅബദൂന മിൻ ബഅദി. മക്കളെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മക്കളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ശേഷം ആരെ ആരാധിക്കും? മക്കൾ പറയാണ്, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക വ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഉപ്പാ, ഞങ്ങൾ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കൂ. ഇബ്രാഹിമും ഇസ്മായിലും പിന്നെ അവരൊക്കെ ആരാധിച്ച റബ്ബാരാണോ അവരോട് മാത്രമേ ഞങ്ങളും ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾ മുസ്ലിങ്ങൾപ്പെട്ടവരാണ് എന്ന് മക്കൾ പറയാണ്. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പ്രവാചകന്മാർക്കിടയിൽ, മുൻഗാമികൾക്കിടയിൽ അവരിങ്ങനെ ഉപദേശിക്കുന്നത് കാണാം. ആ ഉപദേശങ്ങൾ സഹോദരങ്ങളെ നമ്മളും നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. മക്കളെ അടുത്ത് പിടിക്കുക, തൗഹീദ് പറഞ്ഞു കൊടുക്കുക, നന്മകൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ആരാണ് ചെയ്യല് അല്ലെ? അവൻ്റെ ഫീസ് അടക്കും, അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവന് വേണ്ട കാര്യങ്ങൾ കൊടുക്കും, അവന് വന്ന പൈസ കൊടുക്കും, ഇന്ന പൈസ കൊടുക്കും. മോനെ അടുത്ത് ചിരിച്ചിട്ട് മോനെ ഇന്ന കാര്യം നിനക്കറിയോ, ഇന്നത് പറയോ എന്ന് ചോദിച്ചാൽ എന്താണ്? സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങൾ കഫം പുടവയിൽ പൊതിഞ്ഞു കിടക്കുന്ന നേരത്ത് ഈ മകനാണ്, ഈ മകളാണ് നിങ്ങളുടെ അടുത്ത് വരേണ്ടത്.
എന്നിട്ട് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് കണ്ണീരൊലിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ മകനാണ്. ആ അത്തരത്തിലുള്ള മോനെ സുജൂദ് എഴുതാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിലോ നിസ്കാരം അറിഞ്ഞൂടാ, മയ്യത്ത് നിസ്കാരം അറിഞ്ഞൂടാ. പണ്ടൊരുത്തരം മയ്യത്ത് നിസ്കരിക്കാൻ നിർപ്പിച്ചപ്പോൾ ഉപ്പാനെ കടത്തുകയാണ്, അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ബാക്കോട്ട് പോവാണ്. അപ്പോൾ ആള് ചോദിച്ചു, എന്താ മോനെ ഇങ്ങനെ ബാക്കോട്ട്? അല്ല, സുജൂദ് ചെയ്യാൻ സ്ഥലമല്ല, മയ്യത്ത് നിസ്കാരത്തിന് എവിടെ സുജൂദ്? അതുവരെ അറിഞ്ഞൂടാ ആളുകൾക്ക്. നിങ്ങൾ മകനൊന്ന് അടുത്ത് വിളിച്ചു നോക്ക്, എന്നിട്ട് പറ, മോനെ ഞാൻ മരിച്ചു കിടന്ന പിന്നെ നീ എനിക്ക് ഇമാം വെക്കുവോ? ഇമാം വെക്കാനാവില്ല, മടിക്കുന്ന മാമു വെക്കാൻ. ആ ശരി, എന്താ പ്രാർത്ഥന ഒന്ന് പറയേ മോനൊന്ന് പറ. ഒന്നാമത്തെ റക്കായത്തിൽ എന്താ ചെല്ല, ഒന്നാമത്തെ തക്ബീറിൽ എന്താ ചെല്ല, രണ്ടാമത്തെ തക്ബീറിൽ എന്താ ചെല്ല? അവനോട് ചോദിച്ചു നോക്ക്, എത്ര പറയാൻ പറ്റും? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഇത്രത്തോളം പോറ്റി വളർത്തി വലുതാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ മരിച്ചു കിടന്നിട്ട് ഒരമലും കൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നേരത്ത്, കഫം പുടവയിൽ കിടക്കുന്ന നേരത്ത് നമ്മുടെ മക്കൾ അവിടെ നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് എന്താ പ്രാർത്ഥിക്കാൻ അറിയാൻ, എന്താ പ്രാർത്ഥിക്കേണ്ടെന്ന് തിരിച്ചറിയാനാവോ അതിങ്ങനെ വാവളന്ന് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം. അതിനേക്കാൾ ഗതികെട്ടവൻ ആരാണുള്ളത്? നിങ്ങളുടെ ഒരു ആയുസ് ഗൾഫിൽ പോയിനും അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിൽ പോയി അധ്വാനിച്ച് 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ജോലിയെടുത്ത് നാട്ടിലേക്ക് പണം അയച്ചു കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നിങ്ങൾ മരിച്ചു കിടക്കുന്ന നേരത്ത്, നിങ്ങൾ ഖബറിലായി കിടക്കുന്ന നേരത്ത് മകൻ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ പോലും അവൻ അറിഞ്ഞുകൂടായെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ ഇതിനെ പറ്റിയത്? വല്ല വായ വെച്ച കൊലെങ്കിലും വെട്ട യാതൊന്നുമില്ല. പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒന്നും അല്ലാതെ എപ്പോഴും മദ്രസയിൽ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, അതും സ്ഥിരമായിട്ട് പോയിട്ടില്ല, അതിന് സുന്നി മദ്രസയില പഠിച്ച് അതിനുശേഷം ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. അതിങ്ങനെ വളർന്ന മക്കൾ എത്രയാണുള്ളത്. അതുകൊണ്ട് സഹോദര ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 7ാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കണം, സമയം ഏകദേശം ആയിട്ടുണ്ട്. ജലീസ് സ്വാലിഹ്, നമ്മളെ മക്കൾക്ക് നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കും. മോനെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കണം, നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയൊക്കെയുള്ള ആളുകളാണ്, അതൊക്കെ ചോദിക്കണം. പെരുന്നാളിനൊക്കെ ഓരോരുത്തൻ വീട്ടിൽ വരും, പേൻ്റെ അഞ്ഞ് വീണായത്, മുടിക്ക് തീ പിടിച്ചത്, അല്ലേ, ഒരു ഭൂം എന്ന് പറഞ്ഞ ഒരു മുടി ഉണ്ടാവും, ഇവിടെ പരണ്ട് വെച്ചിട്ടുണ്ടാവും, അല്ലേ, ഹായ് പാപ്പ് ഹായ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തൻ വരും, അല്ലേ. ഇത് സഹിക്കാം. എന്നാൽ ചില വീടുകളിൽ നടക്കുന്നത് പെൺകുട്ടി പിന്നെ അവരുടെ ഉമ്മാനോട് പറയും, ഉമ്മ എൻ്റെ ഫ്രണ്ട്സ് വരുന്ന കണ്ടാൽ തോന്നും പെൺകുട്ടികളെ വരും. അല്ല, കുറേ വണ്ടിയൊക്കെ എടുത്ത് ഡ്രൺ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എണ്ണം വീട്ടിലേക്ക് വരും. എന്നിട്ട് ഉമ്മ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, എന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതിവനവൻ അല്ലേ. അപ്പം ഇങ്ങനെ മാഷാ അല്ലാഹ് നല്ല ഫ്രണ്ട്സാണല്ലോ, ഇങ്ങനെ ഒപ്പം ഇങ്ങനെ കുത്തിരിക്കുക, അല്ലേ. വലാ മുത്തഖിദാതി അഹ്ദാൻ, ഖുർആനിലെ ആയത്ത്. വിശ്വാസികളുടെ രഹസ്യവേച്ചക്കാരെ സ്വീകരിക്കാത്തവരാണ്. ബോയ് ഫ്രണ്ട്, പല ഉമ്മമാരും ഇതിനൊക്കെ സമ്മതം മൂളിക്കൊടുക്കുന്ന ഉമ്മമാരുണ്ട്, അല്ലേ. ആരാ വിളിക്കുന്നത്? എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ ഫ്രണ്ടാ. ചോദിക്കണം ഏത് ഫ്രണ്ടാണ്, മെയിൽ ഓർ ഫീമെയിൽ ചോദിക്കണം. അത് ചോദിക്കാതിരിക്കുന്നതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണിത്. ഇത് ഫ്രണ്ട്സ് ആവും, പിന്നെ ഫ്രണ്ട്സ് വേറൊരു കോലത്തിലാവും, അവസാനം വേറെ കോലാവും, പിന്നെ ഉമ്മ എന്നെ കരഞ്ഞിട്ട് ഉസ്താദ്മാരെ വിളിക്കുകയും ചെയ്യും, അല്ല. എൻ്റെ മോനെ ഉപദേശിക്കണം, ഇതെങ്ങനെയാണ് വൈതെറ്റിപ്പോയി, എങ്ങനെയെന്നറിയും. അതുകൊണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കണം. കാരണം സഹോദരങ്ങളെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ തൗഹീദുള്ള കൂട്ടുകാരൻ തന്നെ കൂടാൻ പറയണം, അല്ലേ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ-റജുലു അലാ ദീനി ഖലീലി, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരാണ് കൂട്ടുകാരെന്ന് ശരിക്കും നോക്കട്ടെ. നമ്മളെ മക്കള് ആരുടെ കൂടെയാണ് നോക്കുന്നത്, അവരുടെ സ്വഭാവം വരും, അല്ലേ. നമ്മൾ സാധാരണ പറയും, രോഗം പകരും, ആരോഗ്യം പകരൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി 7ാമത്തെ കാര്യം, ഖുദ്വത്തുൻ ഹസന, നമ്മളൊരു മാതൃകയാകണം. ഉപ്പ പൊരയിൽ ഇങ്ങനെ കിടക്കുക, മോനോട് പള്ളി പോടാ എന്ന് പറഞ്ഞാൽ എന്ത് വർത്താനാണിത്, അല്ലെ. ഖുർആൻ പറയുന്നുണ്ട്, പക്ഷേ പിന്നെ എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. ഖുർആൻ പറയുന്നത്, അത്തഅ്മുറൂന അന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ കൊണ്ട് ഉപദേശിക്കുകയും വതൻസൗന അൻഫുസകും, സ്വന്തം കാര്യത്തിൽ നിങ്ങൾ അത് മറന്നു കളയുകയും ചെയ്യുകയാണോ. വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ പറയാണ്. ജനങ്ങളോട് നല്ല പറയുകയും, അല്ല മക്കളോട് ചിലപ്പോൾ പറയും, ഇന്ന് ശ്രദ്ധിക്കണം, പള്ളിയിൽ പോകണം. ഉപ്പ പള്ളിയിൽ പോകാതെ പുര കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ളൊരവസ്ഥ. മക്കൾക്ക് ഉപ്പമാര് നല്ലൊരു മാതൃകയാകണം. കളവ് പറയാത്ത, തെറി വിളിക്കാത്ത, എല്ലാപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരു ഉപ്പയാകരുത്. മനസ്സിലായോ? ആ മക്കൾക്ക് അവർ കണ്ടുപഠിക്കുന്ന ഒരു ഉപ്പയാകണം. അവർ ഈ ഉപ്പ എൻ്റെ ഉപ്പാൻ്റെ ഒട്ടാകണം. പല മര്യാദകളും അങ്ങനെയാണ് അവർ പഠിക്കുക.
അങ്ങനെയുള്ളൊരു ഉപ്പയാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ പിന്നെ കേട്ട പിന്നെ മൂസാ നബിയുടെ ഒരു കഥ ഉണ്ട്. മൂസാ നബിയും ഹിളർ നബിയും ഇങ്ങനെ പോകുമ്പോൾ, നാട്ടിലൂടെ പോകുമ്പോൾ അവർ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തില്ല, നാട്ടുകാരാട്ടി. അവസാനം ഒരു മതിലുണ്ട്, അത് പൊളിഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഹിളർ നബി അത് നന്നായി കൊടുത്തു. മൂസാ നബി പറഞ്ഞു, എന്തിനാണ് ഇത് ചെയ്യുന്നത്? കാരണം പിന്നെ ഇത് നമുക്ക് വെള്ളം പോലും തരാത്ത നാട്ടുകാരാണ്, എന്തിനാണ് ഇവർ മതിൽ നന്നായി കൊടുക്കുന്നത്? അവസാനം ഹിളർ നബി പറയുന്നുണ്ട്, 2 യതീം മക്കളുടെ സമ്പത്ത് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അത് ആളുകൾ കാണാതിരിക്കാനാണ്, മറച്ചു വെക്കാനാണ് അങ്ങനെ ചെയ്തത്. ഇത് വിശദീകരിക്കുന്നിടത്ത് ഖുർആനിൽ പറയുന്നുണ്ട്, വകാന അബൂഹുമാ സ്വാലിഹ. ഇങ്ങനെ സംഭവിക്കാൻ കാരണം കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ മാതാപിതാക്കൾ സ്വാലിഹ്യങ്ങളായിരുന്നു. തഫ്സീറിൽ കാണാം, അവരുടെ സ്വന്തം നേരെ ഉപ്പയുമ്മല്ല, ഒരു 10 തലമുറയില്ല അപ്പുറമുള്ള ഉപ്പയും ഉമ്മയും അവർ നന്നായത് കൊണ്ട് ഇവർക്കതിൻ്റെ ഹൈർ കിട്ടി. നിങ്ങൾ നന്നായി, ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഞാനടക്കം, നമ്മൾ നന്നായാൽ, നമ്മൾ ഇഖ്ലാസുള്ളവരായാൽ, നമ്മൾ നല്ല വ്യക്തിത്വമുള്ളവരായാൽ, നമ്മൾ അതവുള്ളവരായാൽ, നമ്മുടെ മക്കൾ മാത്രമല്ല ഒരു തലമുറ നന്നാവും. ഇത് ഞാൻ പറയില്ല, ഖുർആൻ പറയും, ഒരു തലമുറ നന്നാവും. അതുകൊണ്ട് നല്ല ഖുദുവത്തുൻ ഹസന നമ്മളൊരു മാതൃകയായിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് പോവുക, ഇങ്ങനെ നമ്മളെ കയ്യും പിടിച്ച് പിന്നെ കാര്യങ്ങൾ ചെയ്യുക. അത് കുട്ടികൾ കണ്ടു പഠിക്കും. നമ്മൾ രോഗി സന്ദർശനം ചെയ്യുമ്പോൾ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ബിസ്മി ചെല്ലുന്നത്, നമ്മൾ ചെരുപ്പിരിക്കുമ്പോൾ ആദ്യം വലത്തെ കാലം മുന്തിക്കുന്നത്, അങ്ങനെ നമ്മളെ കണ്ട് കുട്ടി പഠിക്കും. അങ്ങനെയുള്ള നല്ലൊരു മാതൃകയായിട്ട് നമ്മൾ മാറണം. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. പിതാക്കന്മാരുടെ അശ്രദ്ധ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലേ? ഉപ്പ ഗൾഫിലെ, നിങ്ങൾ നോക്കിക്കോ, ഈ നാട്ടിൽ നടക്കുന്ന പല തോന്നിയാസങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ, അവരെ വിളിക്കുക, ഉപ്പയുടെയാ, ഇപ്പം ബാംഗ്ലൂരിലാണ്, ഇപ്പം ദുബായിലാണ്, അല്ലേ? പലപ്പോഴും ഗൾഫിൽ പോകുക എന്നുള്ളത് നമ്മൾ വിമർശിക്കുകയല്ല. സ്ത്രീകളുടെ അനുവാദം ഉണ്ടെങ്കിൽ അവരെ വിട്ട് കാണാനുള്ള അവകാശം നിനക്കുണ്ട്, അല്ല? ഗൾഫിൽ പോകാം. ചില ആളുകൾ 4 കൊല്ലവും 2 കൊല്ലമൊക്കെ ഗൾഫിൽ നിൽക്കും, അല്ലേ? എന്നിട്ട് തിരിച്ചു വരും, 1 or 2 മാസം തിരിച്ചു പോകും. നീ കല്യാണം കഴിച്ചൊരു സ്ത്രീ ഉണ്ട്, അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അവസാനം ഈ സ്ത്രീ വേറൊരുത്തനോട് ചാറ്റ് ചെയ്യും, വേറൊരു പ്രശ്നം ഉണ്ടാകും. സഹോദരങ്ങൾ, ഇത് വെറുതെ പറയാം. ഇന്നടുത്ത് നമ്മളൊരു സുഹൃത്തിൻ്റെ അവൻ്റെ ഉമ്മ ഏകദേശം ഒരു 40 വയസ്സായിട്ടുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ അവർക്ക് വിവാഹം അന്വേഷിക്കുകയാണ് ഈ മോനെ ഉമ്മാക്കൊരു വിവാഹം അന്വേഷിക്കുക. എന്നിട്ടൊരു പരസ്യം ഇട്ടു, ഉമ്മാക്ക് ഇങ്ങനെ വിധവയാണ് അന്വേഷിക്കുന്നത്. ഇവൻ പറയാണ്, രാത്രിയായ പല കോളും വരും പോലും, ഹലോ, നിങ്ങളെ വിശേഷം എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു ആണുങ്ങളെ സൗണ്ട്. എന്താ ആണുങ്ങൾ? പല ഞരമ്പ് രോഗികളും വിളിക്കുകയാണ്, അല്ലേ? ഞരമ്പ് എത്ര ആളെ വിളിക്കുന്നറിയോ? രാത്രി ഒറ്റക്കും 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാണുങ്ങളെ സൗണ്ട് ആയിട്ടപ്പോൾ ഫോൺ കട്ട് ചെയ്യാം. ഒരു വിധവയായിട്ട് അത്രയും മോശത്തവരാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഗൾഫിലൊക്കെ പോയ ആളുകൾ, ഇവരുടെ ഭാര്യമാരൊക്കെ വീട്ടിൽ ചിലപ്പോൾ 1-2 കൊല്ലമൊക്കെ ഇരുന്നിട്ട് അവസാനം ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജൊക്കെ അയച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ വീടിയാട്ടം കുറച്ച് കൂടുതലാണ്, ഹൈ ജമ്പ് ചാടുന്നതിൻ്റെ തൊട്ടാണ് വീടിയായിട്ട് പെണ്ണുങ്ങൾ പോകുന്നത്. കാരണം എന്താ, അല്ലേ? പണ്ട് 10ാം ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, +2 ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പണ്ടപ്പോൾ പിന്നെ 4ാം ക്ലാസ്സിൽ പിന്നെ മുളക്കാതെ പോയ പ്രേമങ്ങളൊക്കെ കല്യാണം കഴിച്ച് 2 കുട്ടികളായിട്ട് പൊട്ടി മുളക്കും. എന്നിട്ട് ഇതാ ചാടിപ്പോണ പെണ്ണുങ്ങളൊക്കെ, എത്ര കേസുകൾ നമ്മുടെ നാട്ടിൻ്റെ ചുറ്റൊന്നും. സ്ത്രീകളൊക്കെ, മക്കളൊക്കെ ഉള്ള സ്ത്രീകളാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ പിതാക്കന്മാർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഗൾഫ്, ചില പണ്ഡിതന്മാർ പറഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഭാര്യൻ്റെ അടുത്ത് വരണം, ഭാര്യയായിട്ടുള്ള ഹക്ക് നിങ്ങൾ തീർക്കണം. ചില ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത്. ചില ആളുകൾ 4 ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമ്മതങ്ങൾക്ക് പോകാമെന്നുള്ള ശരി തന്നെ. പക്ഷേ ഇതിങ്ങനെ മക്കൾ എന്താ 4 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വരിക, 1 മാസം ഇവിടെ നിൽക്കുക, മക്കളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുക, പൈസ അയക്കുന്നുണ്ട് ശരി തന്നെ, വീടുണ്ടാക്കേണ്ടെന്നൊക്കെയുള്ള കാരണങ്ങൾ നിനക്ക് പറയാം. പക്ഷേ നിൻ്റെ മക്കളെയും നിൻ്റെ ഭാര്യയെയും നോക്കേണ്ട, അവരോടുള്ള ബാധ്യതകൾ തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്. നാളെ നമ്മൾ മരിച്ച് ഖബറിലേക്ക് എത്തിയാൽ, എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ, അല്ലേ? നമ്മുടെ മക്കളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം മുറിയും, ഇവിടെ നമ്മളെ എല്ലാ പരിപാടിയും ഇവിടെ അവസാനിക്കും. അമലും, നമ്മുടെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. ഇവിടെ മക്കളുടെ പ്രാർത്ഥന, സ്വാലിഹ്യങ്ങളെ മക്കളുടെ പ്രാർത്ഥന നമുക്ക് എത്തുക. അതുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന മക്കളെ നമ്മളിവിടെ വിട്ടേച്ച് പോകുന്നു, അതിനറിവില്ലാതെ, അതിനൊരു വിവരവും ഇല്ലാതെ, അതിന് നിസ്കാരം നോമ്പ് അറിഞ്ഞുവിടാണ്ട്, അതങ്ങനെ ദുനിയാവിനെങ്ങനെ ജീവിച്ചു പോകുന്നൊരവസ്ഥയാണെങ്കിൽ സഹോദരങ്ങളെ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ
നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. മക്കളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദിൽ നിന്നും നമ്മളേവരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ദുനിയാവിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവമായ കാര്യങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ മക്കളെയും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.